ഹലോ എവ്രിവൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ റിവിഷനുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി മൈക്രോബയോളജി ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാണ് അല്ലേ. നമ്മളെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു, നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞ് കാണും അല്ലേ. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരു റിവിഷൻ, അതായത് നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ സെക്ഷനാണിത്. അതായത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിക്കും, അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷനാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പം നിങ്ങൾക്കത് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞെന്നുള്ളതും ഇനി ഏതൊക്കെ ഏരിയ നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിക്കണമെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. സോ അതിൻ്റെ ഒരു റിവിഷൻ സെക്ഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സോ മൈക്രോബയോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൈക്രോബയോളജി ടോപ്പിക്സിൽ നമുക്ക് ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ട് ടോപ്പിക്സുകളൊന്നും നമുക്കില്ലായിരുന്നു അല്ലേ. ജനറൽ ആയിട്ടുള്ള മൈക്രോബയോളജി ആയിരുന്നു. അതായത് ഹിസ്റ്ററി ഓഫ് ബാക്ടീരിയോളജി ആൻഡ് മൈക്രോബയോളജിയെ പറ്റി ഉണ്ടായിരുന്നു. പിന്നെ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം, അതിൽ എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്നത് ബാക്ടീരിയയെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കുന്നത്. അതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്നതും ബാക്ടീരിയ എന്നാണ്. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വൈറസ് ആണ്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് മൈക്രോബ്സിൽ നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് ടൈപ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബാക്ടീരിയ ആൻഡ് വൈറസിലേക്കാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് നോർമൽ ഫ്ലോറ ഓഫ് ദ ബോഡി. ബോഡിയിലുള്ള നോർമൽ ഫ്ലോറ, നമ്മളുടെ ബോഡിയിൽ ഏതൊക്കെ മൈക്രോബ്സ് ആണ് നോർമലി കാണുക, ഡിസീസ്ഡ് കണ്ടീഷനിലല്ല അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് കണ്ടീഷനിലല്ല, നോർമലി നമ്മളുടെ ബോഡിയിൽ കാണുന്ന മൈക്രോബ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ് പാത്തോജനസിസ് ആൻഡ് കോമൺ ഡിസീസസ്. പാത്തോജനസിസ് എന്ന് പറയുമ്പോൾ ഡിസീസ് കോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും പിന്നെ കുറച്ച് ഹ്യൂമന് അഫക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസീസസിനെ പറ്റിയാണ് നമ്മൾ പിന്നീട് പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ് കൾച്ചർ ആൻഡ് ഐസൊലേഷൻ ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സിനെ എങ്ങനെ നമുക്ക് കൾച്ചർ ചെയ്യാം, അതുപോലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോബ്സിനെ എങ്ങനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം എന്ന കാര്യങ്ങളും നമ്മൾ അടുത്ത ഏരിയയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് സോഴ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ എന്താണെന്നും ഇൻഫെക്ഷൻ്റെ ടൈപ്സും അതിൻ്റെ സോഴ്സസും നമ്മൾ അത് കഴിഞ്ഞു പഠിച്ചു. അത് കഴിഞ്ഞുള്ളതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മൾ പഠിച്ചതാണ് കളക്ഷൻ ഓഫ് സ്പെസിമെൻസ്. അപ്പോൾ നമ്മൾ മൈക്രോബയോളജിക്കൽ ഇവാലുവേഷന് വേണ്ടി അല്ലെങ്കിൽ അനാലിസിസിന് വേണ്ടി എങ്ങനെയാണ് സ്പെസിമെൻസ് കളക്ട് ചെയ്യുക, അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൈക്രോബയോളജിയുടെ അണ്ടറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച് ഇരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതിൻ്റെ ആ വിശ്വാസത്തിൽ ഞാൻ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിവിടെ ഞാൻ ഒരു 1-2 സെക്കൻഡ് ടൈം തരും. അതിൽ നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക, എന്നിട്ട് ഞാൻ ആൻസർ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് ഇവാലുവേഷൻ ഇതുവഴി നടത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Inoculation is the method of transmission of disease in dash. അപ്പോൾ നമ്മൾ ഡിസീസ് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു PYQ ആണ്, മുൻവർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനോക്കുലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഏത് ഡിസീസസിൽ വരുന്നതാണ്? കോളറ, റാബിസ്, ഇൻഫ്ലുവൻസ, ഗൊണേറിയ. ഇതിലേതാണ് ഇനോക്കുലേഷൻ വഴി ട്രാൻസ്മിഷൻ നടക്കുന്നത്? ഓക്കെ, നമ്മൾ ക്ലാസ്സിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണല്ലേ. നമ്മൾ PYQ ഏരിയ ഡിസ്കസ് ചെയ്ത സമയത്ത് ക്ലാസ്സിലും ഇത് പറഞ്ഞതാണ്. സോ ഇതേതാണ് ഇനോക്കുലേഷൻ വരുന്ന ഏതാണ്? എല്ലാവരും ആൻസർ ചെയ്ത് നോക്കിയോ? ദറ്റ് ഇസ് റാബിസ് ആണ് ഇനോക്കുലേഷൻ വഴി ഉണ്ടാവുന്ന ഒരു ട്രാൻസ്മിഷൻ നടക്കുന്ന ഒരു ഡിസീസ് എമംഗ് ദിസ്. ഇതിനകത്ത് വരുന്നതിൽ റാബിസ് ആണ് വരുന്നത്. അതേപോലെ വേറൊരെണ്ണവും വരും. ഏതാണ് നമ്മൾ പഠിച്ചത്? ടെറ്റനസിന്റെ സ്പോർസ് അല്ലേ. അപ്പൊ ടെറ്റനസ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ടെറ്റനസും റാബിസും ഒക്കെ ഇനോക്കുലേഷൻ വഴി എന്ത് ചെയ്യുന്നതാണ്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്, എങ്ങനെയാണ് ഒരു ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വഴി എന്ത് സംഭവിക്കാറുണ്ട്? ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ എന്തൊക്കെ വരും? സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വരും, കിസ്സിങ്, സെക്ഷൽ ഇന്റർകോഴ്സസ് വരാം. ഓക്കെ, അതിൽ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? സിഫിലിസ്, ഗൊണേറിയ ഒക്കെ എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ തന്നെ ഗൊണേറിയ എന്താണ്? ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വഴി ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ്. ഓക്കെ,
അത് കഴിഞ്ഞ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസ, ട്യൂബർക്കുലോസിസ്, അവരെങ്ങനെയാണ് ഇൻഹലേഷൻ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് അതിന്റെ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന അനുസരിച്ച് എന്ത് പറ്റും, അത് നമ്മുടെ ബോഡിയിലേക്ക് വരികയാണ് ചെയ്യുക. സോ ഇൻഫ്ലുവൻസ, ട്യൂബർക്കുലോസിസ് ഒക്കെ എന്താണ്, ഇൻഹലേഷൻ വഴി ബോഡിയുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. പിന്നെ നമ്മൾ എന്താണ്, കണ്ടാമിനേറ്റഡ് ഫുഡ്സ് ഇൻജസ്റ്റ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കാറുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഫുഡിന് ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലും ആ ഇഞ്ചക്ഷൻ വഴി നമ്മൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ പാത്തജൻസ് എന്ത് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ടിഷ്യൂല് ഇനോക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദാറ്റ് ഇസ് റാബിസ്, ടെറ്റനസ്, അതേപോലെ ആർബോ വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ എന്താണ്, ഇങ്ങനെ ഇനോക്കുലേഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടില്ലേ, നമുക്ക് ആ ഒരു പിവായ്ക്കുന്ന് തന്നെ മനസ്സിലാവും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡെഫിനിഷൻ പ്ലസ് എക്സാമ്പിൾ പഠിക്കുക. ഓക്കെ, എന്താണ് ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയുള്ള ട്രാൻസ്മിഷൻ എന്നുള്ളതും, അതേപോലെ നമ്മളിപ്പോൾ പഠിഞ്ഞ ഇനോക്കുലേഷൻ എന്താണ്, ഇഞ്ചക്ഷൻ വഴി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡെഫിനിഷൻ പ്ലസ് എക്സാമ്പിൾ നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഇനി ചില പാത്തജൻസ് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പ്ലാസന്റൽ ബാരിയർ ക്രോസ് ചെയ്യാറുണ്ട്. ഓക്കെ, കൺജനേറ്റലായിട്ട് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ഡിസീസസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയും ചില ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. സോ അവരെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഇനി വരുന്ന അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഹൈഡ്രോജനിക് അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫെക്ഷൻ. അതായത് ഹോസ്പിറ്റൽ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നത് വഴി നമുക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടീസ് വഴി എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം. അങ്ങനെയുള്ളതിനെയാണ് ഹൈഡ്രോജനിക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഹോസ്പിറ്റലിൽ ചെയ്ത എന്തെങ്കിലും ഒരു പ്രാക്ടീസ് വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് വഴി നമുക്ക് എന്തുണ്ടാവുകയാണ്, ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഹൈഡ്രോജനിക് അല്ലെങ്കിൽ അതേപോലെ ലബോറട്ടറി ഇൻഫെക്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ഷോർട്ട് കർവ്ഡ് കോമ ഷേപ്ഡ് ബാക്ടീരിയ. ഇതും ഒരു പിവൈക്യു ആണ് കേട്ടോ. ഷോർട്ട് ആയിട്ടുള്ള കോമ ഷേപ്പ് ഉള്ള ബാക്ടീരിയ ഇതിൽ ഏതാണ്? ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ബാക്ടീരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഓർഗാനിസത്തിൽ പഠിച്ചൊരു ഏരിയ ആണ്. ബാക്ടീരിയ ആൻഡ് വൈറസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ പഠിച്ച പോയിന്റുകളാണ് ഇത് ഇത്രയും. അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കോ കേട്ടോ. അപ്പം ഇതിൽ ഏതാണ് ഷോർട്ട് കർവ്ഡ് കോമ ഷേപ്ഡ് ബാക്ടീരിയ? ഓപ്ഷൻസ് ഓക്കെ, വിബ്രിയോ കോളറെ, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്, ഷ്രെപ്പനോമ പെല്ലിഡം. ഇതിൽ ഏതാണ് കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ? ഏതാണ്? നമ്മൾ ഒരേ ഒരു എക്സാമ്പിൾ ആണല്ലേ കോമ ഷേപ്പിന് പഠിച്ചത്. ഇറ്റ് ഇസ് വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറയാണ് കോമ ഷേപ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് ബേസ് ചെയ്ത് ബാക്ടീരിയയുടെ ടൈപ്പ് നോക്കാം. ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? 4 ഷേപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോക്കായി. സ്പെറിക്കൽ ഷേപ്പ്, റൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പിൽ വരുന്നവരെയാണ് കോക്കസ് അല്ലെങ്കിൽ കോക്കായി എന്ന് വിളിക്കുക. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, പിഡിയോകോക്കസ്. ഇതൊക്കെ എന്താണ്, റൗണ്ട് ആയിട്ടായിരിക്കും വരിക. ഇതിൽ തന്നെ 2 റൗണ്ട് വരുന്നതുണ്ട്, ഒരു ചെയിൻ ഓഫ് റൗണ്ട്സ് ഒന്നിച്ച് ചേർന്നത് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ഗ്രേപ്സ് പോലെ, ഓക്കെ, ഗ്രേപ്സ് പോലെ ഇങ്ങനെ വരുന്നവർ ഉണ്ട്. അതേപോലെ ടെട്രാഡ് ആയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ കോക്കായ് റൗണ്ട് ഷേപ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്ഡ് ആയിരിക്കും. എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, പിഡിയോകോക്കസ്. അതാണ് ഫസ്റ്റ് വൺ, കോക്കായ്. ഓക്കെ, ഫസ്റ്റ് ഷേപ്പ് ബേസ് ചെയ്തിട്ടുള്ളതാണ് കോക്കായ്. രണ്ടാമത്തെ എന്താണ്, ബാസിലൈ അല്ലെങ്കിൽ ബാസിലസ്. അതെന്തായിരിക്കും, റോഡ് ഷേപ്ഡ് ആയിരിക്കും. എന്താണ്, റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. So they are rod-shaped bacteria. Example, Bacillus cereus, Corynebacterium, diphtheria. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പഠിച്ചു വെക്കൂ. Bacillus cereus, Corynebacterium, diphtheria എന്താണ്, ബാസിലസ് ആണ്. അതായത് അവർ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള മൈക്രോബാണ് അല്ലെങ്കിൽ ബാക്ടീരിയ ആണ്. മൂന്നാമത്തതാണ് സ്പൈറൽ. അവരെന്തായാലും സ്പൈറൽ ഷേപ്ഡ് ആയിട്ടായിരിക്കും വരിക. ഹെലിക്കൽ ഷേപ്ഡ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള മൈക്രോബ്സ് ആയിരിക്കും അല്ലെങ്കിൽ ബാക്ടീരിയ ആയിരിക്കും. ഓക്കെ, അതാണ് സ്പൈറലിൽ വരുന്നത്. എക്സാമ്പിൾ സ്പൈറല സ്പീഷീസ്. ഇനി ലാസ്റ്റ് വൺ ആണ് വിബ്രിയോ. നമ്മളിപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ അതാണ്, എന്താണ്, കോമ ഷേപ്ഡ്. ഇതാണ് ക്വസ്റ്റ്യൻ, ഇതായിരുന്നു കർവ്ഡ് കോമ ഷേപ്ഡ്, ദാറ്റ് ഇസ് വിബ്രിയോ. ഇതിന്റെ പേര് കൂടെ പഠിച്ചു വെച്ചാൽ അതെന്താണ്, വിബ്രിയോ ആണ്. വിബ്രിയോ ആകുമ്പം എക്സാമ്പിൾ ഏതാണ്, വിബ്രിയോ
കോളറെ. വിബ്രിയോ കോളറയാണ് കേട്ടോ എക്സാമ്പിള് വരിക. അപ്പോൾ ഇതാണ് 4 ഷേപ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. ബേസ്ഡ് ഓൺ ദ ഷേപ്പ് കോക്കസ് ഉണ്ട്, ബാസിലസ് ഉണ്ട്, സ്പൈറൽ ഷേപ്ഡ് വരുന്നുണ്ട്, പിന്നെ ഇതാണ് കോമ ഷേപ്ഡ് ആയിട്ടുള്ള വിബ്രിയോ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് 4 ഷേപ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന അടുത്ത ഒന്നാണ് ആക്ടിനോമൈസെറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ ബാക്ടീരിയ. അത് ഫിലമെന്റസ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following statement is not true as a guideline for specimen collection? ഇതൊരു PYQ ആണ് കേട്ടോ. സ്പെസിമെൻ കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോട്ട് ട്രൂ, ട്രൂ അല്ലാത്തത് ഏതാണ്? The specimen should be collected in an aseptic manner. There should be no harm to patient during collection of specimen. Containers should be filled to the brim with fluid specimens. Make every effort to collect specimen before starting antimicrobial therapy. ഇതിൽ ഏതാണ് നോട്ട് ട്രൂ? നോട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതാണ്? സ്പെസിമെൻ കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നോട്ട് ട്രൂ ആയിട്ടുള്ളത്. ഇതൊരു PYQ ആണ്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഏതാണത്? കണ്ടെയ്നേഴ്സ് ഷുഡ് ബി ഫിൽഡ് ടു ദ ബ്രിം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാറില്ല കേട്ടോ. അതാണ് നോട്ട് ട്രൂ. ഗ്യാസ് ഗാംഗ്രൈൻ ഈസ് കോസ്ഡ് ബൈ ഡാഷ്. അതായത് നമ്മളുടെ ഒരു കോമൺ ഡിസീസസിൽ വരുന്നതാണ് ഗ്യാസ് ഗാംഗ്രൈൻ എന്ന് പറയുന്നത്. അത് കോസ് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം, ക്ലോസ്ട്രീഡിയം ടെറ്റനായി, ക്ലോസ്ട്രീഡിയം ഡിഫിസൈൽ, ക്ലോസ്ട്രീഡിയം പെർഫ്രിജൻസ്. ഇതിലേതാണ് ഗ്യാസ് ഗാംഗ്രൈൻ കോസ് ചെയ്യുക? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം പെർഫ്രിജൻസ് ആണ്. ക്ലോസ്ട്രീഡിയം പെർഫ്രിജൻസ് ആണ് എന്ത് ചെയ്യുക? ഗ്യാസ് ഗാംഗ്രൈൻ കോസ് ചെയ്യുന്നത്. Free living microbes that live on dead or decaying organic matter and known as dash. ഇതും PYQ ആണ്. നേരത്തെ ചോദിച്ച ഒരു PYQ ആണ്, ഇതും അടുത്തൊരു PYQ ആണ്. ഇതിന് തൊട്ട് മുമ്പത്തെ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പം ഫ്രീ ലിവിങ് ആയിട്ടുള്ള മൈക്രോബാണ്. അവരെവിടാണ് താമസിക്കുക? അവരെവിടാണ് ലിവ് ചെയ്യുക? ഡെഡ് ആൻഡ് ഡീക്കേ ഓർഗാനിക് മാറ്ററിൽ സർവൈവ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, പാരസൈറ്റ്, സാപ്രോഫൈറ്റ്സ്, കൊമൻസൽസ്, പാത്തജൻസ്. ഏതാണ്? ഇതിനെ ഫ്രീ ലിവിങ് ആയിട്ടുള്ള മൈക്രോബ് ദാറ്റ് ലിവ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേ ഓർഗാനിക് മാറ്റർ. ഡെഡ് ആൻഡ് ഡീക്കേ ഓർഗാനിക് മാറ്ററിൽ ലിവ് ചെയ്യുന്ന മൈക്രോബ് ഇതിൽ ഏതാണ്? ഏതാണ് ഡെഡ് ആൻഡ് ഡീക്കേ? അതിൽ ഏതാ വരിക? സാപ്രോഫൈറ്റ്സ്. ഡെഡ് ആൻഡ് ഡീക്കേ മാറ്ററിൽ സർവൈവ് ചെയ്യുന്നവരെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുക. സോ ഇത് എന്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്? മോഡ് ഓഫ് ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പഠിച്ചാലോ? ഒന്ന് ജസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാം. പഠിക്കല്ല, നമ്മൾ റിവൈസ് ചെയ്യാണല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. സോ നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഓട്ടോട്രോഫ്സ്. ഓട്ടോട്രോഫ്സ് എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് വേണ്ട ഫുഡ് അവർക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ട എനർജിയും എല്ലാം അവർ തന്നെ പ്രിപ്പയർ ചെയ്യും. സോ അതിനെയാണ് ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുക. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. എനർജി എവിടെ നിന്നാണോ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട്, ഒന്ന് സൺലൈറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അവരെ നമ്മൾ ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. സൺലൈറ്റിൽ നിന്നാണ് എനർജി എടുക്കുന്നതെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. ഇനി കെമിക്കൽ സബ്സ്റ്റൻസ് നിന്നാണ് നമ്മളത് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കീമോ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. ഈ ഫോട്ടോ ഓട്ടോട്രോഫ്സ് തന്നെ 2 തരമുണ്ട്. എനർജി എടുക്കുന്നത് സൺലൈറ്റിൽ നിന്നാണെങ്കിലും ഇവരുടെ ഇലക്ട്രോൺ സോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കാം. ഓക്കെ, അതിൽ വരുന്നതാണ് ഫോട്ടോ ലിതോ ഓട്ടോട്രോഫ്സ്. ഫോട്ടോ ലിതോട്രോഫ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അവർ സൺലൈറ്റിൽ നിന്നാണ്. ഫോട്ടോ എന്ന് പറയുമ്പോഴേ സൺലൈറ്റ് ആണ്. ലിതോ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്. ലിതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. സോ അവരുടെ ഇലക്ട്രോൺ സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. ബട്ട് അവരുടെ എനർജി സോഴ്സ് എന്താണ്? സൺലൈറ്റ് ആണ്. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ലിതോ ഓട്ടോട്രോഫ്സ് അല്ലെങ്കിൽ ഫോട്ടോ ലിതോട്രോഫ്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഫോട്ടോ മീൻസ് ലൈറ്റ് ആൻഡ് ലിതോ മീൻസ് ഇനോർഗാനിക് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഫോട്ടോ ലിതോട്രോഫ്സ് എന്ന് പറയുമ്പം ദേ യൂസ് സൺലൈറ്റ് ആസ് ദ എനർജി സോഴ്സ് ആൻഡ് ദേ യൂസ് ഇനോർഗാനിക് കോമ്പൗണ്ട് ആസ് വാട്ട്? ഇലക്ട്രോൺ സോഴ്സ്. ഇലക്ട്രോൺ സോഴ്സ്. അതാണ് ഫോട്ടോ ലിതോട്രോഫ്സ്. അതേപോലെ വരുന്നതാണ് ഫോട്ടോ ഓർഗാനോട്രോഫ്. ഓർഗാനോട്രോഫ് എന്ന് പറയുമ്പോൾ
ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. ഫോട്ടോ എന്ന് പറയുമ്പോൾ സൺലൈറ്റ് ആയിരിക്കും അവർ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുക. ബട്ട് ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, അവർ ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് എടുക്കുക. സോ അതാണ് ഫോട്ടോ ഓർഗാനോട്രോഫ്സ്. ഇനി കീമോട്രോഫ് അല്ലെങ്കിൽ കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. അവരെന്തായിരിക്കും, അവർക്ക് വേണ്ട എനർജി അവരെന്തിൽ നിന്നായിരിക്കും എടുക്കുക, കെമിക്കൽ കോമ്പൗണ്ട്സിൽ നിന്നായിരിക്കും അവർക്ക് വേണ്ട എനർജിയും എടുക്കുന്നത്. സോ അങ്ങനെയുള്ളവരെയാണ് കീമോ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുക. പിന്നെ വരുന്നതാണ് ഹെട്രോട്രോഫ്സ്. ഹെട്രോട്രോഫ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അവർ വേറെ ഏതെങ്കിലും ആൾക്കാരെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. സോ ദേ ഡിറൈവ് ഫുഡ് ബൈ അല്ലെങ്കിൽ എനർജി ബൈ കൺസ്യൂമിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അതാണ് അവർ ചെയ്യുക. അതിനെയാണ് ഹെട്രോട്രോഫ്സ് എന്ന് പറയുക. മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയം എന്താണ്, ഹെട്രോട്രോഫിക് ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയം ഹെട്രോട്രോഫിക് ആയിട്ടാണ് കാണുക. ഇനി അടുത്തൊരെണ്ണം ഈ ഹെട്രോട്രോഫിൽ തന്നെ പാരസൈറ്റിക് ആയിട്ട് കാണാറുണ്ട്. അതായത് ഒരു ഹോസ്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ അവർ നിന്നിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യാണ്, ന്യൂട്രിയൻസ് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് പാരസൈറ്റിക് എന്ന് വിളിക്കുക. പിന്നെ സിംബയോട്ടിക് ആയിട്ട് കാണും. അതായത് ഇവരെന്ത് ചെയ്യും, ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ കൂടെ കാണും, എന്നിട്ട് അവരിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കും, പകരമായിട്ട് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ആ ഓർഗാനിസത്തിന് കൊടുക്കും. സോ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ആണ് അവർ ചെയ്യുക. അങ്ങനെയുള്ളവരെയാണ് സിംബയോട്ടിക് ടൈപ്പ് എന്ന് പറയുക. ഇനി അടുത്ത ഒരു ടൈപ്പാണ് സാപ്രോഫൈറ്റ്. സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഡെഡ് ആൻഡ് ഡീകേ മാറ്റേഴ്സിൽ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് കൂടുതലും ഈ ഡീകമ്പോസിങ്ങിലൊക്കെ വരുന്നത് കേട്ടോ. ഡീകമ്പോസ് ചെയ്യാനൊക്കെ വരുന്നത് ഇവരൊക്കെയാണ്. ക്ലിയർ ആണല്ലോ. സോ അതാണ് സാപ്രോഫൈറ്റ്സ്. നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഡെഡ് ആൻഡ് ഡീകേ മാറ്ററിൽ സർവൈവ് ചെയ്യുന്നവർ ഏതാണ്, സാപ്രോഫൈറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, ബാക്ടീരിയ വിത്ത് എ ടഫ് ഓഫ് ഫ്ലജല അറ്റ് വൺ എൻഡ് ആർ കോൾഡ് ഡാഷ്. ഒരു കൂട്ടം ഫ്ലജല ഒരു എൻഡിൽ മാത്രമായിട്ട് കാണുകയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഇതിൽ ഏതാണ്? ഇതും ഒരു PYQ ആണ് കേട്ടോ. അപ്പോൾ ബാക്ടീരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. ഓർക്കുക, ബാക്ടീരിയയിൽ ആ ഫ്ലജല്ലയുടെ ടൈപ്പ് അനുസരിച്ച്, ഫ്ലജല്ല എവിടെയാണ് അറേഞ്ച് ചെയ്യുന്നത്, നമ്പറൊക്കെ അനുസരിച്ചുള്ളൊരു ക്ലാസിഫിക്കേഷനാണിത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടഫ് ഓഫ് ഫ്ലജല അറ്റ് വൺ എൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോഫോട്രിക്കസ്, ആംഫിട്രിക്കസ്, പെരിട്രിക്കസ്, മോണോട്രിക്കസ്. ഇതിലേതാണ് ടഫ് ഓഫ് ഫ്ലജല അറ്റ് വൺ എൻഡ്, ഒരു എൻഡിൽ മാത്രമായിട്ട് കാണുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? ഇറ്റ് ഈസ് ലോഫോട്രിക്കസ്. അതിനെയാണ് നമ്മൾ ലോഫോട്രിക്കസ് എന്ന് പറയാം. അപ്പോൾ അത് ഒരു എൻഡിൽ മാത്രം ഒരു കൂട്ടം ഫ്ലജല കാണുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോഫോട്രിക്കസ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചാലോ. അതായത് ടൈപ്പ് ഓഫ് ഫ്ലജല അനുസരിച്ച് അട്രിക്കസ് ഉണ്ട്, അതായത് ഫ്ലജല ഇല്ലാത്ത ബാക്ടീരിയ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ലാക്ടോബാസിലസ്, ബാസിലസ് ആന്ത്രാസിസ്, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസ്. ഇതെല്ലാം എന്താണ്, ഫ്ലജല ഇല്ലാത്ത സ്പീഷീസ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ കേട്ടോ. അട്രിക്കസ് ആയിട്ടുള്ളവരാണ് ലാക്ടോബാസിലസ്, ബാസിലസ് ആന്ത്രാസിസ്, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്. ഇനി രണ്ടാമത്തെയാണ് മോണോട്രിക്കസ്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, ആ ഒരു ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഫ്ലജല മാത്രമേ കാണുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് മോണോട്രിക്കസ് എന്ന് പറയാം. അപ്പോൾ അവർക്ക് ഓൺലി വൺ ഫ്ലജല അറ്റ് വൺ പോളിലായിരിക്കും കാണുക. എക്സാമ്പിൾ ക്യാമ്പിലോബാക്ടർ സ്പീഷീസ്, വിബ്രിയോ കോളറയൊക്കെ എന്താണ്, ഒരു ഫ്ലജല വരുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് വൺ ലോഫോട്രിക്കസ്. ദേ ആർ ബാക്ടീരിയ വിത്ത് എ ടഫ് ഓഫ് ഫ്ലജല അറ്റ് വൺ എൻഡ്. ഒരു എൻഡിലായിട്ട് കുറേ ഫ്ലജല ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോഫോട്രൈക്കസ്. അപ്പം അട്രൈക്കസ് ഒന്നുമില്ല, ഫ്ലജല ഇല്ല. മോണോ ഒരെണ്ണം ഒരു എൻഡിലായിട്ട് കാണും. ലോഫോ ആകുമ്പം ഒരെൻഡിൽ കുറേ ഫ്ലജല കാണും. എക്സാമ്പിൾ സ്പൈറലം, ഹെലിക്കോബാക്ടർ പൈലോറി, സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്. ഇതൊക്കെ എന്താണ്, ലോഫോട്രൈക്കസിൽ വരുന്നതാണ്. ഇനി അടുത്തെയാണ് പെരിട്രൈക്കസ്. പെരിട്രൈക്കസ് എന്ന് പറയുമ്പം അത് ഒരു ബോഡിയുടെ എല്ലാ ഡയറക്ഷനിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലജല ഇങ്ങനെ 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 വരുന്നുണ്ട്. ഇതിനെയാണ് പെരിട്രൈക്കസ് എന്ന് പറയാം. ഈക്കോളൈ, ക്ലെപ്സിയല്ല, പ്രോട്ടിയസ്, സാൽമണല്ല ടൈഫൈ. സാൽമണല്ല ടൈഫൈ ഒക്കെ എന്താണ്, അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതിനാണ് പെരിട്രൈക്കസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആംഫിട്രൈക്കസ്. ആംഫിട്രൈക്കസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓരോ പോളിലും ഓരോ ഫ്ലജല കാണും, ഇങ്ങനെ കാണും. ഇതിനെയാണ് ആംഫിട്രൈക്കസ് എന്ന് പറയാം. എക്സാമ്പിൾ ആൽക്കലിജൻസ്, ഫീക്കാലിസിസ്, നൈട്രോസോമോണസ്. ഇതെല്ലാം എന്താണ്, ആംഫിട്രൈക്കസ് ആണ്. ഓക്കെ അല്ലേ? അപ്പം ഓർത്തിച്ചിക്ക, അട്രൈക്കസ് ഉണ്ട്, മോണോട്രൈക്കസ് ഉണ്ട്, ലോഫോട്രൈക്കസ് ഉണ്ട്, പെരിട്രൈക്കസ് ഉണ്ട്, ആംഫിട്രൈക്കസ് ഉണ്ട്. ഓരോന്നിൻ്റെ ഡെഫിനിഷൻ പ്ലസ് എക്സാമ്പിൾ പഠിക്കുക.
Okay. Next one, the mode of transmission of Japanese encephalitis is dash. Japanese encephalitis എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക? Droplet infection, bite of infected mosquito, bite of an infected animal, consumption of contaminated water. ഇപ്പം ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ബോൺ ആയിട്ടുള്ളതാണ്. സോ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ വഴിയാണ് അത് എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യാറ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. A contagious disease caused by Treponema pallidum was by intimate contact or in utero transmission is dash. അതായത് ഒന്നെങ്കിൽ ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ട് വിച്ച് ഈസ് കോസ്ഡ് ബൈ ട്രെപ്പനോമ പല്ലിഡം. അത് ഇതിൽ ഏതാണ്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഗൊണേറിയ, പെംപിക്കസ്, സോറിയാസിസ് ആൻഡ് സിഫിലിസ്. ഇതിലേതാണ്? ട്രിപ്പനോമ പല്ലിഡം കോസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് സിഫിലിസ് ആണ് കേട്ടോ. സിഫിലിസ് ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഡിസീസ് ആണ് സിഫിലിസ്. ചോക്ലേറ്റ് അഗാർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്നതിൽ ചോക്ലേറ്റ് അഗാർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആയിട്ടുള്ള ഒരു അഗാറാണ് അല്ലെങ്കിൽ ഒരു മീഡിയ ആണ്? നോൺ സെലക്റ്റീവ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, എൻറിച്ച്ഡ് മീഡിയ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏത് ആൻസർ ചെയ്യും? ചോക്ലേറ്റ് അഗാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എൻറിച്ച്ഡ് മീഡിയ ആണ് ആൻഡ് ഇറ്റ് ക്യാൻ ബി എ സെലക്റ്റീവ് മീഡിയ ഓൾസോ. ഒരു സെലക്റ്റീവ് മീഡിയയും കൂടി ആവാം കേട്ടോ. എൻറിച്ച്ഡ് ആണ്, അത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിന് ആൻസർ ഏതാണ്? ഇറ്റ് ഈസ് എൻറിച്ച്ഡ് മീഡിയ ആണ്. എന്താണ്? എൻറിച്ച്ഡ് മീഡിയ ആണ്. അതായത് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ച ആ ബേസൽ മീഡിയത്തിനെ എന്ത് ചെയ്തു? എൻറിച്ച് ചെയ്തേക്കാണ്. സോ ഇറ്റ് ഈസ് ആൻ എൻറിച്ച്ഡ് മീഡിയ. അപ്പോൾ ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയ ഒന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഓർ ബേസൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ, അതായത് നൈട്രജൻ സോഴ്സ്, എനർജി സോഴ്സ്, കാർബൺ സോഴ്സ്, അങ്ങനത്തെ വേണ്ട കാര്യങ്ങൾ, ഒരു ബേസിക് ആയിട്ട് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു മൈക്രോബ് കൾച്ചർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. സോ അങ്ങനെയുള്ളതിനെയാണ് സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ എന്ന് നമ്മൾ വിളിക്കുക. എക്സാമ്പിൾ ന്യൂട്രിയൻ ബോത്ത് ഒക്കെ എന്താണ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള മീഡിയ ആണ്. ന്യൂട്രിയൻ്റ് ആകാറും ഒക്കെ എന്താണ്? ഒരു സിമ്പിൾ അല്ലെങ്കിൽ ബേസൽ മീഡിയ ആണ്. രണ്ടാമത്തേതാണ് എൻറിച്ച്ഡ് മീഡിയ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കും ടു കൾട്ടിവേറ്റ് എ പർട്ടിക്കുലർ മൈക്രോബ്. സോ ടു കൾട്ടിവേറ്റ് ബാക്ടീരിയ വിത്ത് എക്സാക്റ്റിംഗ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്. അതിന് ഒരു പർട്ടിക്കുലർ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും. അതുണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യൂ? സർവൈവ് ചെയ്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ? ലൈക്ക് ബ്ലഡ്, സിറം, എഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആ ബേസൽ മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എൻറിച്ച്ഡ് മീഡിയ എന്ന് വിളിക്കുക. എക്സാമ്പിൾ ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, LSS, മോൺസോസ് ടോറോക്കോളേറ്റ്, ലെവൻസ്റ്റീൻ ജെൻസൺ മീഡിയ, ഇതൊക്കെ എന്താണ്? എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. പഠിച്ചു വെക്കുക. എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. ഡെഫിനിഷൻ പ്ലസ് എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എടുത്ത് പറയുന്നത് നമുക്ക് ചിലപ്പം ഡെഫിനിഷൻ തന്നിട്ട് അത് ഏത് മീഡിയ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ട് അതെന്തിന് എക്സാമ്പിൾ ആണെന്നുള്ളത് ചോദിക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ ഡെഫിനിഷൻ പ്ലസ് എക്സാമ്പിൾ പഠിക്കാൻ പറയുന്നത്. ഓക്കെ, സോ അതാണ് എൻറിച്ച്ഡ് മീഡിയ. എക്സാമ്പിൾസ് ഇത് ഇത്രയാണ്. പിന്നെ വരുന്നതാണ് എൻറിച്ച്മെന്റ് മീഡിയ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്തജനെ നമുക്ക് എന്ത് ചെയ്യണം? കൾച്ചർ ചെയ്തെടുക്കണം. ബാക്കി വരുന്ന ബാക്ടീരിയയിലെ കൊമൻസൽ ബാക്ടീരിയനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? സപ്രസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എൻറിച്ച്മെന്റ് മീഡിയ. ഓക്കെ, അപ്പോൾ കൊമൻസാൽ ആയിട്ടുള്ള ബാക്ടീരിയനെ നമ്മൾ എന്ത് ചെയ്യാണ്? സപ്രസ് ചെയ്യാണ്. സോ ദാറ്റ് നമുക്ക് വേണ്ട പാത്തജനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം. ഈ പാത്തജനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ത്? ആ കൊമൻസാൽ ബാക്ടീരിയ. സോ അതുകൊണ്ട് അവരെ എല്ലാവരെയും കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ പാത്തജനെ മാത്രം എന്ത് ചെയ്യണം? വയബിൾ ആയിട്ട് കൾച്ചർ ചെയ്ത് നമുക്ക് എടുക്കണം. സോ ഇവിടെ ഇറ്റ് സെപ്പറേറ്റ്സ് ദ കൊമൻസാൽ ബാക്ടീരിയ ആൻഡ് ഇറ്റ് അലോ ദ ഗ്രോത്ത് ഓഫ് പാത്തജൻസ്. അങ്ങനെയുള്ള മീഡിയനെയാണ് നമ്മൾ എൻറിച്ച്മെന്റ് മീഡിയ എന്ന് വിളിക്കുക. എൻറിച്ച്മെന്റ് മീഡിയ. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ ആണ് ടെട്രാതയോണേറ്റ് ബ്രോത്ത് എന്നൊക്കെ പറയുന്നത്. എന്താണ്? ഒരു എൻറിച്ച്മെന്റ് മീഡിയ ആണ്. അവരെന്താ? ടൈഫോയിഡ് അല്ലെങ്കിൽ പാരാടൈഫോയിഡ് ആയിട്ടുള്ള ബാസിലസിനെയാണ് എന്ത് ചെയ്യുക? കൾച്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ബാക്കിയുള്ള ഈ ഈക്കോളിനെയൊക്കെ അവരെന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ സെലനൈറ്റ് എഫ് ബ്രോത്ത്,
PSC പല എക്സാമുകളിലും ഇത് ചോദിച്ചിട്ടുണ്ട്. സെലനൈറ്റ് എഫ് ബ്രോത്ത് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് മീഡിയ ആണ്? എൻറിച്ച്മെന്റ് മീഡിയ ആണ്. അല്ലെങ്കിൽ ഓപ്ഷനിൽ ഈ സെലനൈറ്റ് എഫ് ബ്രോത്ത് വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറഞ്ഞ് പല ക്വസ്റ്റ്യൻസും ഈ മൈക്രോബയോളജി റിലേറ്റഡ് ടോപ്പിക്സ് വരുന്ന PSC എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. സെലനൈറ്റ് എഫ് ബ്രോത്ത് എന്ന് പറയുന്നത് ഒരു എൻറിച്ച്മെന്റ് മീഡിയ ആണ്. ഡിസെൻട്രി കോസ് ചെയ്യുന്ന ബാക്ടീരിയനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് വി യൂസ് ദിസ് സെലനൈറ്റ് എഫ് ബ്രോത്ത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് മീഡിയ ആണ് സെലക്റ്റീവ് മീഡിയ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൾക്കാരെ മാത്രം നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുക, ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻഹിബിറ്റ് ചെയ്യാനാണ് നോക്കുക. സോ ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസ് ആർ ആഡഡ് ടു സോർഡിഡ് മീഡിയ enable a greater number of required bacteria to form colony than the other bacteria. ബാക്കിയുള്ള ബാക്ടീരിയ വളരുമെങ്കിലും ബട്ട് അതിൻ്റെ ഗ്രോത്തിനെ കുറച്ച് ഇൻഹിബിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ആൾക്കാരെ മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? കൾച്ചർ ചെയ്തെടുക്കുകയാണ്. സോ ദാറ്റ് അത് എന്ത് ചെയ്യും? കൊളനൈസ് ചെയ്യും. അങ്ങനെയുള്ളവരെയാണ് സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഡിയോക്സികോളേറ്റ് സിട്രേറ്റ് അഗാർ DCA എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ മാക്കോൺകെ ഒക്കെ എന്താണ് ഈ സെലക്റ്റീവ് മീഡിയക്കകത്ത് വരുന്നതാണ് കേട്ടോ. ആ കുറേ എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. തയർ മാർട്ടിൻ മീഡിയ, ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയ ഈസ് ഓൾസോ എന്താണ് ഒരു സെലക്റ്റീവ് മീഡിയ കൂടിയാണ്. മാനിറ്റോൾ അഗാർ, മാക്കോൺകെ അഗാർ ഇതൊക്കെ എന്താണ് ഒരു സെലക്റ്റീവ് മീഡിയക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലാസ്റ്റ് വൺ ആണ് ഇൻഡിക്കേറ്റർ മീഡിയ. ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുമ്പം നമ്മൾ ആ മീഡിയത്തിനകത്ത് ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ കളർ ചേഞ്ച് അനുസരിച്ച് നമുക്ക് ആ ബാക്ടീരിയനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുന്നത്. നമ്മളെ മാക്കോൺകെ അഗാർ, ബ്ലഡ് അഗാർ ഒക്കെ എന്താണ് ഇൻഡിക്കേറ്റർ മീഡിയ കൂടിയാണ്. ഓക്കെ, അപ്പം മാനിറ്റോൾ സോൾട്ട് അഗാർ, ബ്ലഡ് അഗാർ, മാക്കോൺകെ അഗാർ, മാക്ലോഡ് മീഡിയ ഇതൊക്കെ എന്താണ് ഇൻഡിക്കേറ്റർ മീഡിയ കൂടി ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് മീഡിയ അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് മീഡിയ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അനേറോബിക് മീഡിയ ഉണ്ട്. അതായത് നമ്മൾ അനേറോബിക് ആയിട്ടുള്ള മൈക്രോബ്സിനെ ഗ്രോ ചെയ്യാൻ, അതായത് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയയും തയോഗ്ലൈക്കോലേറ്റ് മീഡിയയൊക്കെയാണ് നമ്മൾ അനേറോബിക് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ട്രാൻസ്പോർട്ട് മീഡിയ ഉണ്ട്, മെയിൻ്റനൻസ് മീഡിയ ഉണ്ട്, പിന്നെ ഫംഗൽ കൾച്ചറിന് വേണ്ട മീഡിയ ഉണ്ട്. സൊബറോട്ട് ഡെക്സ്ട്രോസക്കാർ നമ്മൾ പഠിച്ചല്ലേ, അതെന്താണ് ഒരു ഫംഗൽ കൾച്ചർ ചെയ്യാൻ വേണ്ടിയുള്ള മീഡിയ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെലക്റ്റീവ് ആൻഡ് എ ഡിഫറൻഷ്യൽ മീഡിയ. സെലക്ട് ചെയ്യാനും ഡിഫറൻഷ്യൽ ആയിട്ട് ഉള്ള ഒരു മീഡിയ ഇതിലേതാണ്? സെലക്റ്റീവും ആണ് ഡിഫറൻഷ്യലും ആണ്. രണ്ട് മൈക്രോബ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോ സെലക്റ്റീവും ആണ് ഡിഫറൻഷ്യലും ആയിട്ടുള്ളൊരു മീഡിയ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, മാക്കോൺകെ അഗാർ, മോഡിഫൈഡ് തയർ മാർട്ടിൻ അഗാർ. ഇതെല്ലാം എന്താണ് സെലക്റ്റീവ് മീഡിയ ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കൂടി നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യാറുണ്ട്? മാക്കോൺകെ അഗാർ യൂസ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് എ സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ. ഓക്കെ, അപ്പോൾ അത് സെലക്റ്റീവും ആണ് ഡിഫറൻഷ്യലും ആണ്. ബ്ലഡ് അഗാറും അതിൻ്റെ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതായത് ഹീമോലൈറ്റിക് ആൻഡ് നോൺ ഹീമോലൈറ്റിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ബ്ലഡ് അഗാറും മാക്കോൺകെ അഗാറും എന്ത് തന്നെയാണ്? A and C എന്താണ് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ തന്നെയാണ്. രണ്ടും നമുക്ക് സെലക്റ്റീവും ആൻഡ് ഡിഫറൻഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. A and C രണ്ടും യൂസ് ചെയ്യാം. ബ്ലഡ് അഗാറും മാക്കോൺകെ അഗാറും യൂസ് ചെയ്യാം. ഓക്കെ, next one, a Gram stain, also known as differential stain, is the principal stain mainly used in the microscopic identification and differentiation of which of the following groups of pathogens. അപ്പോൾ ഇവിടെ ഗ്രാം സ്റ്റെയിനിങ് എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഗ്രാം സ്റ്റെയിനെ നമ്മൾ എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്, മോൾഡ്, ഈസ്റ്റ് ആൻഡ് ഫഞ്ചൈ, RNA ആൻഡ് DNA വൈറസസ്, ഹെൽമെൻസ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഗ്രാം സ്റ്റെയിൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുക? ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? തരംതിരിക്കാനാണ്. പർട്ടിക്കുലർ മൈക്രോബിനെയും വേറൊരു മൈക്രോബിനെയും തരംതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ചെയ്യുന്നത്. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റെയിൻ അതിനകത്ത് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്താണ് ഇത് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടു ഡിഫറൻഷിയേറ്റ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഏതാണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് സീൽ നീൽസൺ സ്റ്റെയിനിങ് അല്ലെങ്കിൽ മെത്തേഡ്.
അപ്പോൾ ഇവിടെ എന്താണ് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള മൈക്രോബ്സിനെയും നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള മൈക്രോബ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ ടു ഐഡന്റിഫൈ മൈക്കോബാക്ടീരിയം സ്പീഷീസ്, അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, മൈക്കോബാക്ടീരിയം ലെപ്രെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വി ക്യാൻ യൂസ് ദിസ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. അതിന്റെ മറ്റൊരു പേരാണ് സീൽ നീൽസൺ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെയിനിങ്. ഓക്കെ, അതും ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ വരുന്നതാണ്. ഇനി അടുത്തൊരെണ്ണമാണ് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്. എന്താണ് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്കുകൾ അല്ലെങ്കിൽ സ്റ്റെയിൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇങ്കും നൈക്രോസിനുമാണ്. നെഗറ്റീവ് സ്റ്റെയിനിങ് ആണ് ഇത് കേട്ടോ. നെഗറ്റീവ് സ്റ്റെയിനിങ് ആണ് ഈ ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്, ഫ്ലജല്ല സ്റ്റെയിനിങ് എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റെയിനിങ് ആണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റെയിൻ ചെയ്യിക്കും, സോ ദാറ്റ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഒരു ബ്രൈറ്റ് ആയിട്ട്. സോ അതിനെയാണ് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് ഒരു നെഗറ്റീവ് സ്റ്റെയിനിങ് ആണ് കേട്ടോ. ഇന്ത്യൻ ഇങ്കും നൈക്രോസിനും ഒക്കെയാണ് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യുക. അടുത്താണ് എൻഡോസ്പോർ സ്റ്റെയിനിങ്. എൻഡോസ്പോർ സ്റ്റെയിനിങ്ങിന് എക്സാമ്പിൾ ആണ് ഷെഫർ ഫൾട്ടൺ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എൻഡോസ്പോർ എന്താണ് ഒരു ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് ഫ്ലജല സ്റ്റെയിനിങ്. പാരാ റോസനിലിൻ യൂസ് ചെയ്യുന്നുണ്ട് ഇൻ ദ കേസ് ഓഫ് ലീവ്സൺ സ്റ്റെയിനിങ് മെത്തേഡ് ആൻഡ് ബേസിക് ഫിഷൻ ആണ് ഗ്രേ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഫ്ലജല സ്റ്റെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് മെത്തേഡിലാണ് നമ്മൾ ഫ്ലജല സ്റ്റെയിൻ ചെയ്യുന്നത്, ലീവ്സൺ മെത്തേഡും ഗ്രേ മെത്തേഡും. അതിൽ ലീവ്സണിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പാരാ റോസസെലിനും ഗ്രേ മെത്തേഡിൽ നമ്മൾ ബേസിക് ഫിഷിനുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റെയിനിങ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇതൊരു റിവിഷന് വേണ്ടി ഞാൻ കൊടുത്തേക്കാണ്. സോ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കിക്കോളൂ. ഗ്രാം സ്റ്റെയിനിങ് അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് പഠിക്കുക കേട്ടോ. ഗ്രാം സ്റ്റെയിനിങ്, ക്രിസ്റ്റൽ വയലറ്റ് ഒക്കെ വരുന്നത്, അതേപോലെ ആൽക്കഹോൾ ആൻഡ് സാഫ്രാനിൻ വരുന്നുണ്ടല്ലേ, അത് ഓർത്ത് വെച്ചോളൂ. അതുപോലെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്, എൻഡോസ്പോർ ആൻഡ് ഫ്ലജല സ്റ്റെയിനിങ്. ഓക്കെ, പിന്നെ ബേസിക് ഡൈസ് പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡൈസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അസിഡിക് ആൻഡ് ബേസിക് പഠിച്ചു വെച്ചോളൂ. എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ പഠിക്കണം. നെക്സ്റ്റ് വൺ, സീൽ നീൽസൺ സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ. നമ്മളിപ്പോൾ അങ്ങോട്ട് കണ്ടതേ ഉള്ളല്ലേ. സീൽ നീൽസൺ സ്റ്റെയിൻ നമ്മൾ എന്തിനു വേണ്ടിയാണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് നമ്മൾ മൈക്കോബാക്ടീരിയം സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, മൈക്കോബാക്ടീരിയം ലെപ്രെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മൈക്കോബാക്ടീരിയം. നെക്സ്റ്റ് വൺ, റൗണ്ട് ഷേപ്പ് ബാക്ടീരിയ ആർ കോൾഡ് ഡാഷ്. റൗണ്ട് ഷേപ്പ് ബാക്ടീരിയനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബാസിലൈ, വിബ്രിയോ, ആക്ടിനോമൈസിസ്, കോക്കായ്. റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ അതിനെ നമ്മൾ കോക്കായ് എന്നാണ് വിളിക്കുക അല്ലേ. റൗണ്ട് അല്ലെങ്കിൽ സ്പെറിക്കൽ. ബാസിലസ് എന്ന് പറയുമ്പോൾ റോഡ് ഷേപ്ഡ് ആയിരിക്കും, വിബ്രിയോ കോമ ഷേപ്ഡ് ആയിരിക്കും, ആക്ടിനോമൈസിസ് എന്ന് പറയുമ്പോൾ ഫിലമെന്റസ് ആയിരിക്കും. ഓക്കെ, സോ റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ളത് കോക്കസ് ആണ്, കോക്കായ് അല്ലെങ്കിൽ കോക്കസ്. ദ ബാക്ടീരിയം സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഇസ് വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ? സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? അപ്പോൾ ഓപ്ഷനിൽ നോക്കിയിട്ട് ഏത് ടൈപ്പാണെന്ന് നോക്കാം. മിസോഫൈൽ, മിസോഫൈൽ ആൻഡ് സൈക്രോഫൈൽ, സൈക്രോഫൈൽ ആൻഡ് തെർമോഫൈൽ. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത് ഒരു മീസോഫൈലാണ്. എന്താണ്? മീസോഫൈലാണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. അപ്പോൾ നമുക്ക് ഈ മീസോഫൈൽ, സൈക്രോഫൈൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള ക്ലാസിഫിക്കേഷനാണ്. ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ, അവർ സർവൈവ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സൈക്രോഫൈൽസ്. സൈക്രോഫൈൽസ് എന്ന് പറയുന്നത് അവർക്ക് 0 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 0 ഡിഗ്രി സെൽഷ്യസിൽ അവർക്ക് എന്ത് ചെയ്യാം? ഗ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മൈക്രോബ്സിനെ അല്ലെങ്കിൽ ബാക്ടീരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്രോഫൈൽസ്. അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അടുത്തയാണ്, അതിന് എക്സാമ്പിൾ ആണ് ലീസ്റ്റീരിയ മോണോസൈറ്റോജെൻസ്. അടുത്തയാണ് സൈക്രോട്രോഫ്സ്. സൈക്രോട്രോഫ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് സൈക്രോഫൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 0 ഡിഗ്രി സെൽഷ്യസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നവരാണ്. ആൻഡ് അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഈസ് 20 to 30 ഡിഗ്രി സെൽഷ്യസ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മീസോഫൈൽസ്. മീസോഫൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 to 40 ഡിഗ്രി സെൽഷ്യസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നവരാണ് മീസോഫൈൽസ്. ആൻഡ് അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ആണ് 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ സ്റ്റഫൈലോകോക്കസ് ഒക്കെ ഈ മീസോഫൈൽസിൽ വരുന്നതാണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ഈക്കോളൈ, സാൽമണല്ല ടൈഫൈ, ഇതൊക്കെ എന്താണ്? ഈ മീസോഫൈൽസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ, തെർമോഫൈൽസ്. തെർമോഫൈൽസ് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി സെൽഷ്യസിനേക്കാളും എബോ സർവൈവ് ചെയ്യാൻ പറ്റുന്ന മൈക്രോബ്സ് അല്ലെങ്കിൽ ബാക്ടീരിയനെയാണ് തെർമോഫൈൽസ് എന്ന് വിളിക്കുക.
ബാസിലസ് തെർമോഫിലസ്, അതേപോലെ തെർമസ് അക്വാട്ടിക്കസ്, ഇതൊക്കെ എന്താണ്? തെർമോഫൈൽസിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹൈപ്പർ തെർമോഫൈൽസ്. ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറഞ്ഞാൽ എബോവ് 80 ഡിഗ്രി സെൽഷ്യസിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നവരാണ് ഹൈപ്പർ തെർമോഫൈൽസ്. മോസ്റ്റ് ഓഫ് ദ ആർക്കി ബാക്ടീരിയ ഒക്കെ എന്താണ്? ഹൈപ്പർ തെർമോഫൈൽസ് ആണ്. തെർമോ ഡീസൾഫോ ബാക്ടീരിയ ഒക്കെ എന്താണ്? ഈ ഹൈപ്പർ തെർമോഫൈൽസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇവിടെയും നിങ്ങൾ ആ ടെമ്പറേച്ചറും എക്സാമ്പിളും പഠിച്ചു വെച്ചോളൂ. വിച്ച് among the following comes under gram positive eubacteria? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസിറ്റ്സ്, റൈസോബിയം, ക്ലോസ്ട്രീഡിയം ആൻഡ് ആക്ടിനോമൈസിറ്റ്സ്. ഇതിൽ ക്ലോസ്ട്രീഡിയവും ആക്ടിനോമൈസിറ്റ്സും എന്താണ്? ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള മൈക്രോബാണ്. അപ്പം ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ. നമുക്ക് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. സാൽമണല്ല ടൈഫൈ, സാൽമണല്ല ടൈഫിമോറിയം, സ്യൂഡോമോണസ്, പിന്നെ പ്രോട്ടിയസ്, ക്ലബ്സിയല്ല, എൻട്രോബാക്ടർ, ആസനറ്റോബാക്ടർ, ഈസ്റ്ററീഷ്യ കൊളൈ, സെറേഷ്യ, ഇതൊക്കെ എന്താണ്? ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് അല്ലെങ്കിൽ ബാക്ടീരിയ ആണ്. വെറസ് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ളത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിറ്റസ്, സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടനൻസ്, സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസ്, സ്ട്രെപ്റ്റോകോക്കസ് അഗ്ലാഷ്യ, ഇതെല്ലാം എന്താണ്? ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ക്ലോസ്ട്രീഡിയോ എന്താണ്? ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് കേട്ടോ. ഇത് നമ്മളുടെ പാത്തോജനിക് ആയിട്ടുള്ളതും നമ്മുടെ ബോഡിയിലും കാണുന്നതുമായിട്ടുള്ളതാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇതൊക്കെ. അപ്പോൾ അത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോളൂ. നെക്സ്റ്റ് വൺ, വൈ ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെയിനിങ് റിയേജന്റ് ഇൻ ഗ്രാം സ്റ്റെയിനിങ്? ഗ്രാം സ്റ്റെയിനിങ്ങിലെ കറക്റ്റ് ഓർഡർ ഏതാണെന്ന്. ഗ്രാം സ്റ്റെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്രിസ്റ്റൽ വയലറ്റ് ആൽക്കഹോൾ ഐഡിൻ സൊല്യൂഷൻ സാഫ്രാനിൻ, ക്രിസ്റ്റൽ വയലറ്റ് ഐഡിൻ സൊല്യൂഷൻ ആൽക്കഹോൾ സാഫ്രാനിൻ, ക്രിസ്റ്റൽ വയലറ്റ് സാഫ്രാനിൻ ആൽക്കഹോൾ ഐഡിൻ സൊല്യൂഷൻ ക്രിസ്റ്റൽ വയലറ്റ് ആൽക്കഹോൾ സാഫ്രാനിൻ. ഏത് ഓർഡറിൽ നമ്മൾ ആഡ് ചെയ്യുക? ആദ്യം ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യും, പിന്നെ ഐഡിൻ സൊല്യൂഷൻ കൊടുക്കും, ആൽക്കഹോൾ കൊടുക്കും, പിന്നെ സാഫ്രാനിൻ കൊടുക്കും അല്ലേ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ക്രിസ്റ്റൽ വയലറ്റ്, ഐഡിൻ, ആൽക്കഹോൾ ആൻഡ് സാഫ്രാനിൻ. ഇതാണ് കറക്റ്റ് ഓർഡർ. Which of the following are true for gram negative bacteria? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ട്രൂ ആയിട്ടുള്ള ഗ്രാം സ്റ്റെയിനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. Upon alcohol treatment, the permeability of the cell wall decreases. Crystal violet iodine complex is not extracted. Pore size decreases and the crystal violet iodine complex cannot be extracted. Alcohol treatment increases the permeability of the cell wall and the crystal violet iodine complex can be extracted. അപ്പോൾ ഇവിടെ ഗ്രാം സ്റ്റെയിനിങ്ങിൽ എങ്ങനെയാണ്? നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? സ്റ്റെയിൻ ചെയ്യും. നോർമലി ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവിൻ്റെ ഉള്ളിൽ പോയി അത് സ്റ്റെയിൻ ചെയ്യും. പിന്നെ നമ്മൾ അയഡിൻ കൊടുക്കും. അയഡിൻ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇനി നമ്മൾ ആൽക്കഹോൾ കൊടുക്കുന്ന സമയത്ത് ഗ്രാം നെഗറ്റീവിന് തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവരുടെ പെർമിയബിലിറ്റി കൂടുകയും ഈ ഉണ്ടായ ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, മറ്റേടത്ത് അത് സംഭവിക്കില്ല. അപ്പോൾ എന്ത് പറ്റും? ഈ ആൽക്കഹോൾ കൊടുത്തു കഴിയുമ്പോൾ ഗ്രാം നെഗറ്റീവ് കളർലെസ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സാഫ്രാനിൻ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ആ സാഫ്രാനിൻ്റെ കളർ ആയിരിക്കും എന്ത് ചെയ്യുക? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എടുക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു റെഡ് പിങ്ക് കളറിൽ കാണുക. സോ ഇതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? ദാറ്റ് ഈസ് ആൽക്കഹോൾ ട്രീറ്റ്മെന്റ് ഇൻക്രീസസ് ദ പെർമിയബിലിറ്റി ആൻഡ് ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ് എന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ചെയ്യപ്പെടും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം ഇസ് എ പാർട്ട് ഓഫ് നോർമൽ ഫ്ലോറ ഓഫ് ദ സ്കിൻ ആൻഡ് ഈസ് ഓൾസോ എ കോമൺ പാത്തോജൻ ഐസൊലേറ്റഡ് ഫ്രം ദ സ്കിൻ ഇൻഫെക്ഷൻ? നോർമൽ ഫ്ലോറയിൽ വരുന്ന ഒരാളുമാണ്, ബട്ട് അതെന്താണ്? ഒരു സ്കിൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഒരു കോമൺ പാത്തോജനുമാണ്. അങ്ങനെയുള്ളത് ഇതിൽ ഏതാണ്? ബാസിലസ് ആന്ത്രാസിസ്, ഇക്കോളൈ, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, കാൻഡിഡ ആൽബിക്കൻസ്. ഇതിലേതാണ്? സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ് കേട്ടോ. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. എപ്പിഡെർമിറ്റസ് ആണ് കൂടുതൽ കാണുക, ബട്ട് ഓറിയസ് ആണ് ഒരു നോർമൽ ഫ്ലോറയിലും വരുന്നതും. ആൻഡ് ഇറ്റ് ക്യാൻ കോസ്, അതൊരു എന്താണ്? ഒരു പാത്തജനും ആണ്, ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതുമാണ്. സോ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഇനി നമുക്ക്
ഏറ്റവും കൂടുതൽ ഇൻഹെബിറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ, അതായത് സ്കിന്നിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാണ്? സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് ആണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എവിടെയാണ് കൂടുതൽ കാണുക? വൾവാർ സ്കിന്നിൽ പ്രിഡോമിനന്റ് ആയിട്ടുള്ളത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. ഇനി സ്കിന്നിൽ ഇൻഫെക്ഷനും കൂടെ കോസ് ചെയ്യുന്നത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. ഓക്കെ, ഇനി സ്കിന്നിൽ കാണുന്ന ബാക്കി ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ഏതൊക്കെയാണ്? എൻട്രോബാക്ടർ, ക്ലബ്സില്ല, എസ്ട്രീഷ്യ കൊളൈ, പ്രോട്ടിയസ് സ്പീഷീസ്. ഇതൊക്കെയാണ് ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ വിച്ച് ആർ ഫൗണ്ട് ഓൺ ദ സ്കിൻ. ഓക്കെ, ഇനി നെയിം എ ഫംഗസ് കോമൺലി ഫൗണ്ട് ആസ് എ പാർട്ട് ഓഫ് നോർമൽ ഫ്ലോറ ഇൻ ദ നെയിൽ. നെയിലിൽ നമ്മൾ നോർമൽ ഫ്ലോറ ആയിട്ട് കാണുന്ന ഒരു ഫംഗസ് ഏതാണ്? നെയിലിൽ കാണുന്നതാണ് കേട്ടോ. സ്യൂഡോമോണസ്, മൈക്കോബാക്ടീരിയം, ആസ്പെർജില്ലസ്, ഹിസ്റ്റോപ്ലാസ്മ. ഏതാണ്? ഫംഗസ് ആണ് വിച്ച് ആർ ഫൗണ്ട് നോർമൽ ഫ്ലോറയാണ് ഓഫ് ദ നെയിൽ. നെയിലിൽ കാണുന്നത് ഇറ്റ് ഈസ് ആസ്പെർജില്ലസ് ആണ്. ആസ്പെർജില്ലസ് ആണ് ദ ഫംഗസ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദ നെയിൽ. ഓക്കെ, അപ്പൊ നെയിലിൽ കാണുന്ന ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ആസ്പെർജില്ലസ് ഉണ്ട്, പെൻസിലിയം, ക്ലാഡോസ്പോറിയം, മ്യൂക്കർ. ഇതൊക്കെയാണ് നമ്മൾ നെയിലിൽ കാണുന്ന മേജർ ടൈപ്പ് ഓഫ് ഫംഗസ്. ഓക്കെ, ഏതൊക്കെയാണ്? ആസ്പെർജില്ലസ്, പെൻസിലിയം, ക്ലാഡോസ്പോറിയം ആൻഡ് മ്യൂക്കർ. Which of the following microorganism can be found as normal flora in the nasopharynx of healthy individual? ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ നേസോഫാരൻജൽ പോർഷനിൽ കാണുന്ന നോർമൽ ഫ്ലോറ ഇതിൽ ഏതാണ്? ഓക്കെ, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, ക്ലോസ്ട്രീഡിയം ഡിഫിസൈൽ, ബാസിലസ് സീരിയസ്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ നോർമൽ ഫ്ലോറയിൽ വരുന്ന ഒരു മൈക്രോബ് ഏതാണ് നേസോഫാരൻസിൽ കാണുക? ഇറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് കേട്ടോ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. Which of the following bacteria is present as normal flora in the acidic pH of the vagina? വജൈനയുടെ അസിഡിക് pHൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു മൈക്രോബ് ഏതാണ്? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, ലാക്ടോബാസിലസ് ആസിഡോഫിലസ്, നെയ്സീരിയ ഗൊണേറിയെ, സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ്. ഇതിലേതായിരിക്കും അസിഡിക് pHൽ കാണുന്ന മൈക്രോബ്? ഇറ്റ് ഈസ് ലാക്ടോബാസിലസ് ആസിഡോഫിലസ്. അപ്പം വിമനിൽ ഈ അഡൾട്ട് ഫ്ലോറയിൽ വരുന്ന ഏതൊക്കെയാണ്? ലാക്ടോബാസിലസ് ആസിഡോഫിലസ് ഉണ്ട്, കോർണി ബാക്ടീരിയ ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ട്, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്ക ഉണ്ട്, ബാക്ടീരിയോയിഡ്സ്. ഇതൊക്കെയാണ് പ്രിഡോമിനന്റ് ആയിട്ട് വിമൻ ആ വജൈനൽ പോർഷനിൽ കാണുന്നത്. ഓക്കെ, ലാക്ടോബാസിലസ് ആസിഡോഫിലസ് ഉണ്ട്, കോർണി ബാക്ടീരിയം, സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ട്, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് ബാക്ടീരിയോയിഡ്. ഇതൊക്കെയാണ് പ്രിഡോമിനന്റ് ആയിട്ട് കാണുക. സെലക്ട് ഓൾ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നോർമൽ ഫ്ലോറ പ്രസന്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നോർമൽ ഫ്ലോറ ആയിട്ട് റിലേറ്റ് ചെയ്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. പ്രൊവൈഡ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് മൈക്രോബിയൽ പാത്തജൻസ്, ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫുഡ്, കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, ഓവർഗ്രോ to become pathogenic in the immunocompromised patient, all of the above. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നോർമൽ ഫ്ലോറ ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഓൾ ഓഫ് ദ എബോ ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Which of the following bacteria is part of normal flora present inside the mouth and also a frequent cause of bacterial dental caries? അതായത് നമ്മുടെ മൗത്തിലുണ്ട് ഡെന്റൽ കേരീസിന് കാരണമാവുന്നതോ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഇതിൽ ഏതാണ്? സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്, ലാക്ടോബാസിലസ് ആസിഡോഫിലസ്, സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് ആൻഡ് കാൻഡിഡ ആൽബിക്കൻസ്. ദ ബാക്ടീരിയ ആണ്. സോ വിച്ച് is present in the mouth and it can cause dental caries. It is Streptococcus mutans ആണ്. Which of the following bacteria are found in the nose? നോസിൽ കാണുന്നത് ഏതാണ്? ഉള്ളിലായിട്ടാണ്. ഹീമോഫിലസ്, സ്റ്റഫൈലോകോക്കസ് ന്യൂമോണിയെ, കോർണി ബാക്ടീരിയം, സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്. ഇറ്റ് ഈസ് ഏതായിരിക്കും? മൂക്കിലായിട്ട് കാണുന്നത് എപ്പിഡെർമിഡിസ് ആണ് കേട്ടോ. ഡിഗ്രി ഓഫ് പാത്തോജെനിസിറ്റി ഈസ് റെഫർ ടു ആസ് ഡാഷ്. നമ്മൾ ഡയറക്റ്റ് പഠിച്ച ഒരു പോയിന്റ് ആണ്. ഡിഗ്രി ഓഫ് പാത്തോജെനിസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഇൻഫെക്ഷൻ, വിറുലൻസ്, അവിറുലന്റ്, അറ്റനുവേറ്റഡ്. ഇറ്റ് ഈസ് വിറുലൻസ് ആണ് ഡിഗ്രി ഓഫ് പാത്തോജെനിസിറ്റി. അപ്പൊ പാത്തോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പാത്തോജെനസിസ് എന്ന് പറയുന്നത്.
പാത്തോജെനസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ കപ്പാസിറ്റി ടു ഇനിഷ്യേറ്റ് ആൻ ഇൻഫെക്ഷൻ. ഒരു പാത്തോജന് ആ ഒരു ഇൻഫെക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റിനെയാണ് പാത്തോജെനസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിഗ്രി ഓഫ് പാത്തോജെനസിറ്റിനെയാണ് നമ്മൾ വിറുലൻസ് എന്ന് പറയുന്നത്. സോ ദ കപ്പാസിറ്റി ടു ഇനിഷ്യേറ്റ് ഇൻഫെക്ഷൻ ഈസ് മെഷേർഡ് ബൈ വിറുലൻസ്. സോ ദ പാത്തോജെനസിറ്റി ഈസ് മെഷേർഡ് ബൈ വിറുലൻസ് ആണ്. ഓക്കെ, സോ പാത്തോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്. പാത്തോജെനസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മൈക്രോബ് ടു കോസ് ആൻ ഇൻഫെക്ഷൻ. ആൻഡ് വിറുലൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ ഡിഗ്രി ഓഫ് പാത്തോജെനസിറ്റി. എത്രത്തോളം പാത്തോജനിക് ആണ് ആ പാത്തോജൻ എന്നുള്ളതാണ് വിറുലൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് ഫോർ പാത്തോജെനസിറ്റി ടു ഒക്കർ ഇറ്റ് എയ്ഡ് ബൈ സം ഫാക്ടേഴ്സ്. ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു പാത്തോജന്റെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുക, ആ ഇൻഫെക്ഷനെ ഉണ്ടാക്കുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വിറുലൻസ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. വിച്ച് ആർ enable the pathogens to overcome the host barrier and then initiate the infection. അങ്ങനെയുള്ള ആ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വിറുലൻസ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. ഓരോ പാത്തോജൻസിനും കുറേ വിറുലൻസ് ഫാക്ടേഴ്സ് കാണും. എൻഡോടോക്സിൻ ഇസ് ഡാഷ്. എൻഡോടോക്സിൻ എന്ന് വെച്ചാൽ എന്താണ്? എ പോയിസണസ് പ്രോട്ടീൻ സെക്രീറ്റഡ് ബൈ ദ ബാക്ടീരിയം, എസ് ഡിസ്ട്രക്റ്റീവ് കെമിക്കൽ റിലീസ്ഡ് ബൈ ദ ഇമ്മ്യൂൺ സെൽസ്, an enzyme that can kill epithelial cell, a structural molecule of the bacterium. എൻഡോടോക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബാക്ടീരിയയുടെ ഉള്ളിലായിട്ടുള്ള അതിൻ്റെ ഒരു മോളിക്യൂൾ ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ മോളിക്യൂൾ ഓഫ് ദ ബാക്ടീരിയ. ബാക്ടീരിയ കില്ലായി കഴിയുമ്പോൾ മാത്രമാണ് അത് പുറത്തേക്ക് വരിക. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ടോക്സിൻസ് ആണ് നമ്മൾ പഠിച്ചത്, എക്സോ ആൻഡ് എൻഡോ. എക്സോടോക്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. ദേ ആർ പ്രോട്ടീൻ. അവരുടെ നേച്ചർ പ്രോട്ടീൻ ആണ്. അതെന്താ ചെയ്യുക? സെല്ല് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? അതിനെ റിലീസ് ചെയ്യായിരിക്കും ചെയ്യുക. ഒരു ഇൻടാക്റ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് ബാക്ടീരിയ എന്ത് ചെയ്യും? ഈ ടോക്സിൻസിനെ റിലീസ് ചെയ്യും. അതിനെയാണ് എക്സോടോക്സിൻ എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രീഡിയം പെർഫ്രിജൻസിന്റെ ആൽഫ ടോക്സിൻ, കോളറ ടോക്സിൻ, ഡിഫ്തീരിയ ടോക്സിൻ, ബോട്ടുലിസം അത് കോസ് ചെയ്യുന്ന ടോക്സിൻ. ഇതെല്ലാം എന്താണ്? എക്സോടോക്സിന് എക്സാമ്പിൾ ആണ്. റിലീസ് ചെയ്യുന്ന ടോക്സിൻസ് ആണ്. അവരുടെ നേച്ചർ എന്താണ്? പ്രോട്ടീൻ ആണ് കേട്ടോ അവര്. ഇനി എൻഡോടോക്സിൻ എന്ന് പറയുന്നത് സെല്ല് ബ്രേക്ക് ആയി കഴിയുമ്പോൾ പുറത്തേക്ക് റിലീസ് ആവുന്നതാണ്. ഇറ്റ് ഈസ് എ ലിപ്പോ പോളിസാക്കറൈഡ് ആണ്. ലിപ്പോ പോളിസാക്കറൈഡ് ആണ് എൻഡോടോക്സിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ലിപ്പോ പോളിസാക്കറൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, LPS ആണ്. Exotoxins is released by secretion from the bacteria. When the bacteria die and break down into the component part, both the above, neither of the above. എന്താ സംഭവിക്കുക? എക്സോടോക്സിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം ദ ബാക്ടീരിയ. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം ദ ബാക്ടീരിയ. അതായത് ബാക്ടീരിയ സെക്രീറ്റ് ചെയ്യുന്ന ടോക്സിൻസ് ആണ് എക്സോടോക്സിൻ. വാട്ട് ഈസ് ദ കെമിക്കൽ നേച്ചർ ഓഫ് എൻഡോടോക്സിൻ? എൻഡോടോക്സിന്റെ കെമിക്കൽ നേച്ചർ എന്താണ്? പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ലിപ്പോപോളിസാക്കറൈഡ്, ലിപ്പിഡ്. എൻഡോടോക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ലിപ്പോപോളിസാക്കറൈഡ് ആണ്. എക്സോടോക്സിൻ എന്താണ്? പ്രോട്ടീൻ ആണ്. The interval between exposure to infection and the appearance of the first symptom is known as dash. അത് എക്സ്പോഷർ മുതൽ ആ അപ്പിയറൻസ് ഓഫ് ഫസ്റ്റ് സിംറ്റമിനെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ഇന്റർവെലിനെ വിളിക്കുന്ന പേരെന്താണ്? ലേറ്റന്റ് പീരീഡ്, ഇൻക്യുബേഷൻ പീരീഡ്, സെൻസിറ്റിവിറ്റി പീരീഡ്, നൺ ഓഫ് ദ എബോവ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇൻക്യുബേഷൻ പീരീഡ്. വിച്ച് ടൈപ്പ് ഓഫ് ടോക്സിൻ ഈസ് ടെറ്റനസ് ടോക്സിൻ? ഈ തന്നിരിക്കുന്നതിൽ ടെറ്റനസ് ടോക്സിൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ്? സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടെറ്റനസ് ടോക്സിൻ എന്താണ്? എൻഡ്രോടോക്സിൻ, ന്യൂറോടോക്സിൻ, സൈറ്റോടോക്സിൻ, എൻഡോടോക്സിൻ. ഇറ്റ് ഇസ് എ ന്യൂറോടോക്സിൻ ആണ്. ടെറ്റനസ് എന്താണ്? ഒരു ന്യൂറോടോക്സിൻ ആണ്. ബോട്ടുലിനം ടോക്സിനും എന്താണ്? ഒരു ന്യൂറോടോക്സിൻ ആണ്. വാട്ട് ഇസ് ദ ടേം പാത്തോജെനസിസ് പ്രൈമർലി ഡിസ്ക്രൈബ്? പാത്തോജെനസിസ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. The treatment of disease, the step-by-step development of a disease, the prevention of disease, the immune response to disease. Pathogenesis എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the step-by-step process for the development of a disease. അല്ലെങ്കിൽ the step-by-step development of a disease എന്ന് പറയുന്നതാണ് pathogenesis. Pathogenesis. All of the following pathogens are the major congenital pathogens that are transmitted from infected mother to baby except ഈ തന്നിരിക്കുന്നതിൽ ഏതോ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്? കൺജനൈറ്റൽ പാത്തജൻ ആണ്. അതിൽ ഏതാണ് ആ എക്സെപ്ഷൻ ഉള്ളത്? ട്രെപ്പനോമ പെല്ലിഡം, സിക്ക വൈറസ്, ഹെർപ്പസ് വൈറസ്, ക്ലോസ്ട്രീഡിയം പെർഫ്രിജൻസ്. ഏതാണ്? മദറിൽ നിന്ന് ബേബിയിലേക്ക് പോകാത്തത് ഇതിലേതാണ്? ഇറ്റ് ഇസ് ക്ലോസ്ട്രീഡിയം പെർഫ്രിജൻസ്. Which of the following coccus-shaped bacteria usually grow in pairs? പെയർ ആയിട്ട് ഗ്രോ ചെയ്യുന്നത് ഇതിലേതാണ്?
ക്ലബ്സിയല്ല, നെയ്സീരിയ, സ്യൂഡോമോണസ്, ക്ലോസ്ട്രീഡിയം, നൊക്കാർഡിയ. ഇതിലേതാണ് പെയർ ആയിട്ട്, അതായത് രണ്ട് സ്പെറിക്കൽ ഷേപ്പ് ഒന്നിച്ച് ചേർന്നിട്ട് വരുന്നത്? ഇറ്റ് ഈസ് നെയ്സീരിയ ആണ് കേട്ടോ. നെയ്സീരിയ സ്പീഷീസ് ആണ് പെയർ ആയിട്ട് കാണുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്, ഞാൻ ഒന്നുകൂടെ അത് പറയാം. സോ മോണോകോക്കസ് സിംഗിൾ ആയിട്ട് കോക്കസ് ആയിരിക്കും, അത് എക്സാമ്പിൾ ആണ് മൈക്രോകോക്കസ് ലൂട്ടിയസ്. ഇനി രണ്ടെണ്ണം ഡിപ്ലോകോക്കസ് എന്നാണ് നമ്മളവർ വിളിക്കുക, രണ്ട് സ്പെറിക്കൽ ഷേപ്പ് ഒന്നിച്ച് ചേർന്ന്, ഇത് സിംഗിൾ ആയിരിക്കും, ഇത് രണ്ടെണ്ണം ഒന്നിച്ച് ചേർന്നതായിരിക്കും, അതാണ് നെയ്സീരിയ സ്പീഷീസ്, ഡിപ്ലോകോക്കസ് ന്യൂമോണിയ ഒക്കെ വരുന്നത്. ഇനി സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ട്, അത് ഒരു ചെയിൻ ഓഫ് സെൽസ് ആയിരിക്കും, ഇങ്ങനെ ഒന്നിച്ച് ചേർന്ന് ഒരു ചെയിൻ ഓഫ് സെൽസ് ആയിട്ടായിരിക്കും കാണുക. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻ ആണ് അതിന് എക്സാമ്പിൾ. ഇനി സ്റ്റഫൈലോകോക്കസ് ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ബണ്ടിലായിട്ട് കാണും, അതാണ് സ്റ്റഫൈലോകോക്കസ്. സോ സ്റ്റഫൈലോകോക്കസ് ബണ്ടിൽ പോലെ കാണും, ദാറ്റ് ഈസ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ് എക്സാമ്പിൾ. ഇനി ടെട്രാഡ് ആയിട്ട് കാണും, 4 കൊക്കായി ഒന്നിച്ച് ചേർന്നിട്ട് കാണും, അതിന് എക്സാമ്പിൾ ആണ് പിഡിയോകോക്കസ്. ഇനി ലാസ്റ്റ് വൺ ആണ് സെർസിനെ എന്ന് പറയുന്നത്, അതൊരു 8 എണ്ണം, ഇവിടെ 4 എണ്ണം, അതിന്റെ ബാക്കിലും 4 എണ്ണം കാണും. ഓക്കെ, 4 എണ്ണം ബാക്കിലും കാണും. സോ ഇങ്ങനെ ഒരു ക്യൂബ് പോലൊക്കെ കാണുന്നവരെയാണ് നമ്മൾ സെർസിനെ എന്ന് വിളിക്കുന്നത്. ക്ലോസ്ട്രീഡിയം മാക്സിമസ് സെർസിനയിൽ വരുന്നതാണ്. അപ്പോൾ മോണോകോക്കെ, ഡിപ്ലോകോക്കെ, സ്ട്രെപ്റ്റോകോക്കെ, സ്റ്റഫൈലോകോക്കെ, ടെട്രാഡ് ആൻഡ് സെർസിനെ. ഓക്കെ. Which of the following bacteria releases an endotoxin that causes muscular paralysis and ultimately may lead to the infection of nervous system? ഇപ്പോൾ ഇവിടെ നമ്മൾ മസ്കുലർ പാരാലിസിസ് കോസ് ചെയ്യുന്ന എൻഡോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ, ആൻഡ് ഇറ്റ് ക്യാൻ ഇൻഫെക്ട് ദ നെർവസ് സിസ്റ്റം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, ബാസിലസ് സീരിയസ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്, സാൽമണല്ല ടൈഫൈ. ഏതാണ് വരിക? ഇറ്റ് ഈസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, വിച്ച് കോസ് നെർവസ് സിസ്റ്റം, ന്യൂറോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോട്ടുലിൻ ടോക്സിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോടോക്സിൻ ആണ്. സോ അതിന് ആൻസർ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. Which enzyme produced by Staphylococcus species is involved in the bacteria defense mechanism? ബാക്ടീരിയയുടെ ഡിഫൻസ് മെക്കാനിസം, അതായത് നമ്മളുടെ വിറുലൻസ് ഫാക്ടർ ആണ്. ഏത് എൻസൈം ആണ് ആ ഒരു വിറുലൻസ് ഫാക്ടർ ആയിട്ട് വരുന്നത്? വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റഫൈലോകോക്കസ് സ്പീഷീസ്. കൊയാഗുലേസ്, ലിപ്പേസ്, ഹൈഡ്രോളിനേസ്, പ്രോട്ടീസ്. സ്റ്റഫൈലോകോക്കസ് സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോട്ടീസ് ആണ്, പ്രോട്ടീസ്. ഓക്കെ. Which of the following bacteria is predominantly present as a normal flora in the urogenital tract of mother and newborn female infant? മദറിന്റെ യൂറോജനൈറ്റൽ ട്രാക്റ്റിൽ കാണാം, അതുവഴി ആ ന്യൂബോൺ ബേബിയിലും ഫീമെയിൽ ഇൻഫന്റിലേക്കും വരുന്നതായിട്ടുള്ള ഒരു നോർമൽ ഫ്ലോറ അല്ലെങ്കിൽ ബാക്ടീരിയ ഏതാണ്? കാൻഡിഡ ആൽബിക്കൻ, ലാക്ടോബാസിലസ് ആസിഡോഫിലസ്, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം, നെയ്സീരിയ ഗൊണേറിയ. അതേതാണ്? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇറ്റ് ഈസ് ലാക്ടോബാസിലസ് ആസിഡോഫിലസ്. Which of the following gram-positive bacteria is the causative pathogen for infection known as lockjaw? ലോക്ക്ജോയ്ക്ക് കാരണമായിട്ടുള്ളത് ഇതിൽ ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനൈ, നെയ്സീരിയ ഗൊണേറിയ, എർസീനിയ പെസ്റ്റിസ്, മൈക്കോബാക്ടീരിയം ലെപ്രെ. ഇറ്റ് ഈസ് ക്ലോസ്ട്രീഡിയം ടെറ്റനൈ. ആൻഡ് ലോക്ക്ജോ ഡിസീസ് എന്ന് പറയുന്നതാണ് ടെറ്റനസ്. ഓക്കെ. Name the bacterial pathogen transmitted to human by the bite of fleas and can cause a serious and deadly infection. ഫ്ലീസിന്റെ ബൈറ്റ് വഴി, അതായത് വെക്ടർ ട്രാൻസ്മിഷൻ വഴി ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വിച്ച് ബാക്ടീരിയ? സാൽമണല്ല ടൈഫൈ, എർസീനിയ പെസ്റ്റിസ്, ഷിജല്ല ഡിസെൻട്രി, എസ്റ്ററീഷ്യ കൊളൈ. ഫ്ലീസിന്റെ ബൈറ്റ് വഴി നമുക്ക് വെക്ടർ ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്നത് ഇതിൽ എർസീനിയ പെസ്റ്റിസ് ആണ്. The virulence factor of a bacteria are the important constituent of the bacteria that help in invading the host and initiating the infection. Select all the important virulence factor which help in the process of bacterial pathogenesis. Virulence factors ഏതൊക്കെയാണ് വരിക? Siderophores, exotoxins and endotoxin, Pillae fimbriae, capsule, all of the above. ഈ പറയുന്ന എല്ലാം എന്ത് തന്നെയാണ്? വിറുലൻസ് ഫാക്ടേഴ്സ് ആണ്. അതായത് ഒരു പാത്തജനെ ആ ഒരു ഹോസ്റ്റിലേക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ കാരണമാവുന്ന എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണ്? വിറുലൻസ് ഫാക്ടേഴ്സ് ആണ്. സോ ഓൾ ഓഫ് ദീസ് ആർ വിറുലൻസ് ഫാക്ടേഴ്സ്. Name the most possible bacteria associated with the opportunistic infection that occur in the person who have cystic fibrosis. Cystic fibrosis ഉള്ള ഒരാൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ അവിടെ ഒരു നോർമൽ ആയിട്ടിരുന്ന ഫ്ലോറയാണ്, ബട്ട് അത് എന്താവും? ഇൻഫെക്ഷൻ
കോസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ബാക്ടീരിയ ഇതിൽ ഏതാണ്? സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്യൂഡോമോണസ് ഒറിജിനോസ, ക്ലമൈഡിയ ട്രാക്കോമാറ്റിസ്, കാൻഡിഡ ആൽബിക്കൻസ്. ഇതിലേതാണ്? നോർമൽ ഫ്ലോറയാണ്, ബട്ട് ഇറ്റ് ക്യാൻ കോസ് വാട്ട്? ഇൻഫെക്ഷൻ. അത് സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള ആൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമായിരുന്നത് സ്യൂഡോമോണസ് ഒറിജിനോസയാണ്. Which of the following is an example of non-communicable disease infection disease? Infection with a respiratory virus, food poisoning due to performed bacterial toxin in the food, preformed bacterial toxin in the food, skin infection occurred from a dog bite, infection occurred from the stick of the contaminated needle. Communicable ആയിട്ടുള്ളതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്, നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ളത്. നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറയുമ്പോൾ സ്പ്രെഡ് ആവാത്തത്. ഓക്കെ, ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ആവാത്തത്. ഓക്കെ, സോ ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും? ഇറ്റ് ഈസ് ഫുഡ് പോയ്സണിങ് ഡ്യൂ ടു പ്രീഫോംഡ് ബാക്ടീരിയൽ ടോക്സിൻ ആയിരിക്കും. അത് ഒരാൾ കഴിച്ചത് അയാൾക്കാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അയാൾ കഴിക്കുന്ന ആ ഫുഡ് മറ്റേ ആൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിലേ വരൂ, അല്ലാതെ ഇയാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകില്ല. സോ ഫുഡ് പോയ്സണിങ് ഡ്യൂ ടു ദ preformed bacterial toxin in the food, അതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. During an oral surgery, the surgeon nicked the patient's gum with a sharp instrument. This allows Streptococcus, a bacteria normally present in the mouth, to gain access to the blood. As a result, the patient developed bacterial endocarditis. Which type of disease is this? അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് ദിസ്? നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഒരു ഹോസ്പിറ്റൽ പ്രാക്ടീസിനിടയിൽ എന്ത് സംഭവിക്കുകയാണ്? ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ്. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? ആട്രോജനിക് നാസോകോമിയൽ വെക്ടർ സ്യൂണോട്ടിക്. ഇറ്റ് ഈസ് ആട്രോജനിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ദാറ്റ് ക്യാൻ ബി ഈസിലി ട്രാൻസ്മിറ്റഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡിസീസ്? ഒരാളിൽ നിന്ന് ഭയങ്കര സ്പീഡിൽ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഇൻഫെക്ഷൻ, അതിന് ഏത് ടൈപ്പ് ഇൻഫെക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക? കണ്ടേജിയസ് ആട്രോജനിക് അക്യൂട്ട് നേസോകോമിയൽ. ദാറ്റ് ഈസ് കണ്ടേജിയസ് ആണ്. ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടേജിയസ് ആയിട്ടുള്ളൊരു ഇൻഫെക്ഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോയ്സസ് ലിസ്റ്റ് ദ സ്റ്റെപ്പ് ഓഫ് പാത്തോജനസിസ് ഇൻ കറക്റ്റ് ഓർഡർ? പാത്തോജനസിന്റെ ആ 4 സ്റ്റേജസ് ഇല്ലേ, അതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻവേഷൻ, ഇൻഫെക്ഷൻ, അഡഷൻ, എക്സ്പോഷർ. അഡഷൻ, എക്സ്പോഷർ, ഇൻഫെക്ഷൻ, ഇൻവേഷൻ. എക്സ്പോഷർ, അഡഷൻ, ഇൻവേഷൻ ആൻഡ് ഇൻഫെക്ഷൻ. ഡിസീസ്, ഇൻഫെക്ഷൻ, എക്സ്പോഷർ, ഇൻവേഷൻ. ആദ്യം എന്താ പറ്റുക? എക്സ്പോഷർ സംഭവിക്കും, പിന്നെ ബാക്ടീരിയ എന്ത് ചെയ്യും? നമ്മളുടെ ബോഡിയുമായിട്ട് അതർ ചെയ്യും, പിന്നെ ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യും, പിന്നെ അത് ഇൻഫെക്ഷൻ കോസ് ചെയ്യും. സോ എക്സ്പോഷർ, അഡഷൻ, ഇൻവേഷൻ ആൻഡ് ഇൻഫെക്ഷൻ. സോ 4 സ്റ്റേജസ് ഓഫ് പാത്തോജനസിസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് എക്സ്പോഷർ വരിക, 4 സ്റ്റേജസ് ആണ് അതിന് വരുന്നത്. ഒന്ന് എക്സ്പോഷർ, രണ്ടാമത്തെ എന്താണ്? അഡഷൻ, മൂന്നാമതായിട്ട് ഇൻവേഷൻ ആൻഡ് നാലാമതായിട്ടാണ് ഇൻഫെക്ഷൻ വരിക. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റേജസ് ഓഫ് പാത്തോജനസിസ്. Which of the following could be a virulence factor of the pathogen? A surface protein allowing the pathogen to bind to the host cell. A secondary host the pathogen can infect. A surface protein the host immune system recognizes the ability to perform a provirus. ഈ തന്നിരിക്കുന്നതിൽ വിറുലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ക്യാൻ ബൈൻഡ് ടു ദ ഹോസ്റ്റ് സെൽ എന്ന് പറയുന്നതാണ് വിറുലൻസ് ഫാക്ടർ. You have recently identified a new toxin. It is produced by a gram-negative bacteria and it is composed mostly of protein and has high toxicity and is not heat stable. You also discover that it targets the liver cell. Based on these characteristics, how could you classify this toxin? അപ്പോൾ ആ ടോക്സിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് അവരെന്താണ്? പ്രോട്ടീൻ ആണ്, പിന്നെ ഹൈലി ടോക്സിക് ആണ്, ഹീറ്റ് ലബൈൽ ആണ്, അതായത് സ്റ്റേബിൾ അല്ല, ഹീറ്റ് ലബൈൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോക്സിൻ ഏതാണ്? സൂപ്പർ ആന്റിജൻ, എൻഡോടോക്സിൻ, എക്സോടോക്സിൻ, ലൂക്കോസിഡിൻ. ഇതിലേതാണ്? ഇറ്റ് ഈസ് ആൻ എക്സോടോക്സിൻ ആണ് കേട്ടോ. എന്താണ്? എക്സോടോക്സിൻ. അതൊരു എക്സോടോക്സിൻ ആണ്. സോ എക്സോടോക്സിൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടീൻ ആണ്, ഹീറ്റ് ലബൈൽ ആണ് ആൻഡ് ഇറ്റ് ഈസ് active is secreted by the cell diffused into the surrounding medium. പിന്നെ ഇവരെ എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള മീൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്പെസിഫിക് ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഇവരെ എന്ത് കോസ് ചെയ്യാറുണ്ട്? ആൻഡ് ഓരോ
എക്സോടോക്സിനും അതുണ്ട്. പിന്നെ സ്പെസിഫിക് ടിഷ്യൂ അഫിനിറ്റി കാണിക്കാറുണ്ട്. ടിഷ്യൂ അഫിനിറ്റി, അതായത് ലിവർ സെല്ലിനെ അഫക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, സോ ടിഷ്യൂ അഫിനിറ്റി അവർ കാണിക്കാറുണ്ട്. ആൻഡ് ആക്റ്റീവ് ഇൻ വെരി മൈന്യൂട്ട് ഡോസസ് ആൻഡ് ഹൈലി ആൻറ്റിജനിക് ആണ്. ഓക്കെ, ആൻഡ് ആക്ഷൻ സ്പെസിഫിക്കലി ന്യൂട്രലൈസ്ഡ് ബൈ ആൻറ്റിബോഡി. ആൻറ്റിബോഡി വെച്ചിട്ട് അതിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് എക്സോടോക്സിൻ്റെ ഫീച്ചേഴ്സ്. ഇനി എൻഡോടോക്സിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവർ ലിപ്പോപോളിസാക്കറൈഡ് ആണ്, ഹീറ്റ് സ്റ്റേബിൾ ആണ്, അത് സെല്ലിൻ്റെ പാർട്ടാണ്, അതുകൊണ്ട് തന്നെ സറൗണ്ടിങ് മീഡിയത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യില്ല. ആൻഡ് സെല്ലിൽ ലൈസ് ചെയ്താൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? പുറത്തേക്ക് വരുള്ളൂ. ആൻഡ് എഫക്റ്റ് നോൺ സ്പെസിഫിക് ആയിട്ടാണ്. ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് എല്ലാ എൻഡോടോക്സിനും ഒരേപോലത്തെ ആക്ഷൻസ് തന്നെയാണ് മിക്കതും കാണിക്കാം. ഇനി നോ സ്പെസിഫിക് ടിഷ്യൂ അഫിനിറ്റി അവർ കാണിക്കാറ് ഇല്ല. ലാർജ് ഡോസസിൽ മാത്രമാണ് അവർ ആക്റ്റീവ് ആവുക. വീക്ക്ലി ആൻറ്റിജനിക് ആണ്. ആൻഡ് ഇവരെ നമുക്ക് ആൻറ്റിബോഡീസ് വെച്ചിട്ട് ഇൻഎഫക്റ്റീവ് ആണ്, ന്യൂട്രലൈസേഷൻ ഇൻഎഫക്റ്റീവ് ആണ്. ഇത്രയാണ് എൻഡോടോക്സിൻ്റെ പ്രത്യേകത. നമ്മളൊരു ടേബിൾ പഠിച്ചതാണ്, അത് നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്ലൈസ് ടു ഹൈലറോണിഡേസ്? ഇറ്റ് ഇസ് എ വിറുലൻസ് ഫാക്ടർ ആണ്. സോ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യും? ഇറ്റ് ആക്ട് ആസ് എ സ്പ്രെഡിംഗ് ഫാക്ടർ. ഇറ്റ് പ്രൊമോട്ട് ബ്ലഡ് ക്ലോട്ടിംഗ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അദസിൻ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇമ്മ്യൂൺ സെൽ ടു ടാർഗറ്റ് പാത്തജൻ. ഹൈലറോണിഡേസ് എന്താ ചെയ്യുക? ഒരു സ്പ്രെഡിംഗ് ഫാക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇറ്റ് ആക്ട് ആസ് എ സ്പ്രെഡിംഗ് ഫാക്ടർ. ഫോസ്ഫോലിപ്പേസസ് ആർ എൻസൈം ദാറ്റ് ഡു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഫോസ്ഫോലിപ്പേസസും എന്താണ്? ഒരു വിറുലൻസ് ഫാക്ടർ ആണ്. അപ്പോൾ അവരെന്താ ചെയ്യാന്നതെന്ന് നോക്കാം. Degrade antibodies, promote pathogen spread through connective tissue, degrade nucleic acid to promote spread of pathogen, degrade cell membrane to allow pathogen to escape phagocytomes. ഫോസ്ഫോലിപ്പിഡ്സിനെയാണ് അവരെന്ത് ചെയ്യുക? ഡിഗ്രേഡ് ചെയ്യുക. ദാറ്റ് മീൻസ് സെൽ മെംബ്രെയിനെയാണ് അവരെന്ത് ചെയ്യുക? ഡിഗ്രേഡ് ചെയ്യുക. ഓക്കെ, which of the following pathogen undergo antigenic variation to avoid immune defense? ഇമ്മ്യൂൺ ഡിഫൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആൻറ്റിജനിക് വേരിയേഷൻസ് കാണിക്കുന്നത് ഏത് പാത്തജൻ ആണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, പ്ലാസ്മോഡിയം, ഗയാർഡിയ. ഇതിൽ പ്ലാസ്മോഡിയം ആണ് എന്ത് കാണിക്കുക? ആൻറ്റിജനിക് വേരിയേഷൻസ് കാണിക്കുന്നത്. Which of the following is a major virulence factor for the fungal pathogen Cryptococcus? ക്രിപ്റ്റോകോക്കസിന്റെ ഒരു മേജർ വിറുലന്റ് ഫാക്ടർ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹീമോലൈസിൻ, ക്യാപ്സ്യൂൾ, കൊളാജിനേസ്, ഫിംബ്രിയെ. ഒരു ഫംഗൽ പാത്തജൻ ആയിട്ടുള്ള ക്രിപ്റ്റോകോക്കസിന്റെ മേജർ വിറുലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ ആണ്. അതിന്റെ ക്യാപ്സ്യൂൾ ആണ്. Next question, which of the following media is formulated with additional nutrient to support the growth of fastidious or nutritionally demanded bacteria that may not grow well on basic media? അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? അഡീഷണലി നമ്മൾ എന്തോ കൊടുത്തു, അതിനെ വിളിക്കുന്ന പേര് enriched media. It is enriched media. Which of the following metabolic characteristics is a distinguishing characteristic and identification of colony of E. coli? E. coliയുടെ ഒരു പ്രത്യേകത എന്താണ്? അവർ എന്താ ചെയ്യുക? ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്യും, ബാക്കിയുള്ളവരത് ചെയ്യില്ല. സോ അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്. ലാക്ടോസ് ഫെർമെൻറ്റേഷൻ ആണ് അവർ ചെയ്യുക. Which of the following is a vector-borne parasitic infection that can be transmitted to human by the bite of infected sandflies? Leishmaniasis, Lassa fever, malaria, yellow fever. ഇതാണ് ലീഷ്മാനിയാസിസ് ആണ് അതിന് കറക്റ്റ് ആൻസർ. A bacteriological stain, also known as differential stain, which is used for the identification of acid-fast organism. What is the name of the stain? Acid-fast organismത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? നെഗറ്റീവ് സ്റ്റെയിൻ, ഗ്രാം സ്റ്റെയിൻ, സീൽ നീൽസൺ സ്റ്റെയിൻ, സ്കാഫർ ഫൾട്ടൺ സ്റ്റെയിൻ. ഇറ്റ് ഈസ് സീൽ നീൽസൺ സ്റ്റെയിൻ ആണ് കേട്ടോ. Which of the following dye is commonly used for negative staining technique? Crystal violet, Indian ink, lactophenol, cotton blue, periodic acid stiff stain. It is നെഗറ്റീവ് സ്റ്റെയിനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപ്സ്യൂൾ സ്റ്റെയിൻ ഒക്കെ ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? ഇന്ത്യ ഇങ്ക് വെച്ചിട്ടാണ്. ഇന്ത്യ ഇങ്ക്. Identify the gram-positive bacteria that show a alpha hemolytic colony and appear greenish on blood agar. ആൽഫ ഹിമോലിറ്റിക് കോളനി കാണിക്കുന്നതും ഗ്രീൻ കളറായിട്ട് കാണിക്കുന്നതും ഇതിൽ ഏതാണ്? ബാസിലസ് സീരിയസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസ്. ഏതാണ് ഒരു ഹിമോലൈസിസ് നടക്കുന്നത്? ആൽഫ ഹിമോലൈസിസ് നടത്തുന്നത് ഇറ്റ് ഇസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയസ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് കേട്ടോ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ.
അപ്പോൾ അതിൽ ബ്ലഡ് ആകാറിനെ പറ്റിയാണ് നമ്മൾ ഹിമോലൈസിസ് ചെയ്യാൻ വേണ്ടി അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബ്ലഡ് ആകാറിൽ ഒരു സോളിഡ് കൾച്ചർ മീഡിയ ആണ്. അതിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ബ്ലഡ് അകാർ ആഡ് ചെയ്യും. അകാറും പെപ്റ്റോണും ബ്ലഡും കാണും. മോസ്റ്റ്ലി ഷീപ്പ് ബ്ലഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ഈ അകാറിൽ എന്താ സംഭവിക്കാം? ഡിഗ്രി ഓഫ് ഹിമോലൈസിസ് ആണ് നമ്മൾ നോക്കുന്നത് ബൈ ഹീമോലൈസിൻ. അതിൽ തന്നെ ബീറ്റ ഹിമോലൈസിസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കംപ്ലീറ്റ് ലൈസിസ് ഓഫ് ദ ബ്ലഡ് ആയിരിക്കും. സോ റെഡ് ബ്ലഡ് സെൽസ് കംപ്ലീറ്റ് ആയിട്ട് ലൈസിസ് ചെയ്യും. സോ അവിടെ ആ കളർ കംപ്ലീറ്റ് ആയിട്ട് പോകും. സോ അതാണ് ബീറ്റ ഹിമോലൈസിസ്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്ക എല്ലാം എന്താണ്? ബീറ്റ ഹിമോലൈസിസ് ആണ് കാണിക്കുക. ഇനി ആൽഫ ഹിമോലൈസിസ് എന്ന് പറയുന്നത് പാർഷ്യൽ ആയിരിക്കും. സോ അവിടെയാണ് ആ ഒരു ഗ്രീനിഷ് കളർ ഉണ്ടാവുക. സോ അതിന് എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കൈ സ്പീഷീസ് ഒക്കെയാണ്. നോ ഹിമോലൈസിസ്, അവിടെ ഹിമോലൈസിസ് ഒന്നും കാണില്ല. സോ റെഡ് കളറായിട്ട് തന്നെ ഇരിക്കും. സോ അതാണ് എൻട്രോകോക്കസ്. ഓക്കെ. Which of the following bacteria exhibit beta hemolysis on blood agar plate? Bacillus anthracis, Proteus vulgaris, Streptococcus pyogenes, Candida albicans. Beta hemolysis, complete hemolysis കാണിക്കുന്ന ഏതാണ്? Streptococcus pyogenes. Mannitol salt agar, MSA constitute of high salt concentration that is used as both selective and differential culture media for the isolation of which ഗ്രാം പോസിറ്റീവ് കോക്കൈ. എന്തിൻ്റെ ഐസൊലേഷനും സെലക്ഷനും വേണ്ടിയാണ് നമ്മൾ മാനിറ്റോൾ സോൾട്ട് അകാർ MSA യൂസ് ചെയ്യുക? ക്ലബ്സിയല്ല, സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്, സ്യൂഡോമോണസ്. ഇതിലേതിനു വേണ്ടിയാണ് MSA നമ്മൾ യൂസ് ചെയ്യുക? ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഫോർ സ്റ്റഫൈലോകോക്കസ് സ്പീഷീസ്. അപ്പം അതിൽ മാനിറ്റോൾ അകാർ എന്ന് പറയുന്നത് 7% സോഡിയം ക്ലോറൈഡ് കാണും, വിച്ച് ഇൻഹിബിറ്റ് അതർ മൈക്രോബ്സ് ആൻഡ് ദേ പ്രൊമോട്ട് സ്റ്റഫൈലോകോക്കസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ഒരു ഫിനോൾ റെഡ് ഡൈ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ദേ പ്രൊഡ്യൂസ് ആസിഡ് ആൻഡ് സ്റ്റഫൈലോകോക്കസ് ഈ മാനിറ്റോൾ യൂസ് ചെയ്തിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കളർ എന്താവും? റെഡ് ടു യെല്ലോ ആയിട്ട് മാറും. ആ റെഡ് കളർ യെല്ലോ ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. So it can be a selective, differential and an indicator mediaക്ക് എക്സാമ്പിൾ ആണ് മാനിറ്റോൾ സോൾട്ട് അകാർ എന്ന് പറയുന്നത്. സ്റ്റഫൈലോകോക്കസിന്റെ ഡിഫറൻസിയേഷന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദ സെലക്ഷൻ ഓഫ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. നെക്സ്റ്റ് വൺ, which of the following culture media is a primary media used for the routine laboratory isolation of Salmonella and Shigella species? Salmonella, Shigella അകാർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം വേറൊരു ടൈപ്പ് അകാർ നമ്മൾ യൂസ് ചെയ്യും. ഏതാണത്? സൈലോസ്ലൈസിൻ ഡിയോക്സികോളേറ്റ് അകാർ, തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈസാൾട്ട് അകാർ, മാനിറ്റോൾ സോൾട്ട് അകാർ, ബൈൽ എസ്ക്യുലിൻ അകാർ. ഇറ്റ് ഈസ് സൈലോസ്ലൈസിൻ ഡിയോക്സികോളേറ്റ് അകാർ നമ്മൾ സാൽമണല്ല ആൻഡ് ഷിഗല്ല സ്പീഷീസിന്റെ ഐസൊലേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെസിമെൻ റിക്വയർസ് ഇമ്മീഡിയറ്റ് പ്രോസസ്സിംഗ് വെൻ റിസീവ്ഡ് ഇൻ ദ മൈക്രോബയോളജിക്കൽ ലബോറട്ടറി? നമ്മൾ സ്പെസിമെൻ കളക്ഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്നതിൽ ഏത് സ്പെസിമെൻ ആണ്? യൂറിൻ, സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സ്പ്യൂട്ടം, സ്റ്റൂൾ. ഇതിലേതാണ്? സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? പ്രോസസ്സ് ചെയ്യേണ്ടത്. All of the following statements are correct about the most common bacteriological media called sheep blood agar that is used in the microbial laboratory except blood agar-ഉമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന എല്ലാം ശരിയാണ് എക്സെപ്റ്റ് 1. അതേതാണെന്ന് കണ്ടുപിടിക്കുക. It consists of 5% of sheep blood used for the culture of common Fusarious bacteria. It is used for the culture of hemolytic bacteria. It is used as a selective media for Mycobacterium tuberculosis. ഇതിലേതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന്റെ സെലക്ഷന് വേണ്ടി അല്ലല്ലേ. സോ ഇതാണ് എക്സെപ്റ്റ് വരുന്നത്. വാട്ട് ഇൻഫർമേഷൻ മസ്റ്റ് ബി പുട്ട് ഓൺ ദ സ്പെസിമെൻ ലേബൽ? സ്പെസിമെൻ ലേബലിൽ എന്ത് ഇൻഫർമേഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ടൈപ്പ് ഓഫ് സ്പെസിമെൻ, ക്ലയന്റ് നെയിം ആൻഡ് അഡ്രസ്, ഡേറ്റ് ആൻഡ് ടൈം, ഓൾ ഓഫ് ദ എബവ്. തന്നിരിക്കുന്ന എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. സോ ഓൾ ഓഫ് ദ എബവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റികോയാഗുലന്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ യൂസ് ഇൻ മൈക്രോബയോളജി? സിട്രേറ്റ് ഡെക്സ്ട്രോസ്, EDPA, SPS, സോഡിയം സിട്രേറ്റ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത് SPS ആണ്. മൈക്രോബയോളജി ലാബിൽ SPS ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെസിമെൻ ഷുഡ് നോട്ട് ബി റെഫ്രിജറേറ്റഡ്? റെഫ്രിജറേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്തുകൂടാത്ത സ്പെസിമെൻ ഇതിലേതാണ്? യൂറിൻ, യൂറോജെനൈറ്റൽ സ്വാബ്, ത്രോട്ട് സ്വാബ്, സ്പ്യൂട്ടം. നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യാത്തത് ഏതാണ്? ഇറ്റ് ഇസ് യൂറോജെനൈറ്റൽ സ്വാബ്. The ideal temperature during transportation of blood after collecting blood from donor?
കറക്റ്റ് ആ ഒരു ടെമ്പറേച്ചർ. 2 to 6, 0 to 2, 34 to 37, 20 to 24. ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 to 6 ആണ് കേട്ടോ. 2 to 6 ആണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ഐഡിയൽ ടെമ്പറേച്ചർ. Why is the correct standard method used by the microbiologist for the storage of specimen such as urine, stool and swabs? Storage at frozen minus 80 degrees Celsius, storage at refrigerator at 4 degrees Celsius, storage at room temperature at 25 degrees Celsius, none of the above. ഇതിലേതാണ് കൂടുതലായിട്ടും കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്റ്റോറേജ് അറ്റ് റെഫ്രിജറേറ്റർ അറ്റ് 4 degree Celsius. Which of the following is the selective media used for the cultivation and isolation of Neisseria gonorrhoeae and Neisseria meningitidis? Buffered charcoal yeast extract agar, thiamartin agar, psilocybin deoxycholate agar, bile esculin agar. ഏതാണ് നീസീരിയ ഗൊണേറിയ സ്പീഷീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് തയോമാർട്ടിൻ അഗാർ ആണ്. തയോമാർട്ടിൻ അഗാർ. അപ്പോൾ ഈ തയോമാർട്ടിൻ അഗാറിനകത്ത് അല്ലെങ്കിൽ മീഡിയക്കകത്ത് എന്ത് കണ്ടു? ആന്റി മൈക്രോബിയൽസ് കാണും. അപ്പം ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ചോക്ലേറ്റ് അഗാറിലായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ആൻഡ് അതെന്ത് ചെയ്യും? വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് നീസീരിയ ഗൊണേറിയ സ്പീഷീസ് ഫ്രം ക്ലിനിക്കൽ സ്പെസിമെൻ. ഓക്കെ. ആൻഡ് ആന്റി മൈക്രോബിയൽ എന്ത് ചെയ്യും? ബാക്കിയുള്ള കൊമെൻസൽ ഓർഗാനിസത്തിനെ അവർ സപ്രസ് ചെയ്തിട്ട്, അതായത് ഈ നീസീരിയ ഗൊണേറിയനെ സപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള ബാക്ടീരിയനെ അവർ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും ഈ ആന്റി മൈക്രോബിയൽസ്. അതുവഴി നീസീരിയ ഗൊണേറിയ എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. Okay. Which of the following preservative is commonly used to preserve urine specimen? Urine specimen preserve ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ഏതാണ്? ബോറിക് ആസിഡ്, ഈഥൈൽ ആൽക്കഹോൾ, ഫോർമാലിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇറ്റ് ഈസ് ബോറിക് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് ഫോർ ടു പ്രിസർവ് യൂറിൻ സാമ്പിൾ. Why is the ideal time period limit for the transportation of specimen to the laboratory after collection method? കളക്ഷൻ മെത്തേഡ് കഴിഞ്ഞ് ഒരു ഐഡിയൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ അതിനെ സ്പെസിമെനെ ലബോറട്ടറിയിൽ എത്തിക്കണം. ആ ടൈം എത്രയാണ്? 2 minutes, 30 minutes, 1 hour, 2 hour. വിത്തിൻ 2 hour നമ്മൾ എത്തിക്കണമെന്നാണ് പറയുക. വിത്തിൻ 2 hours. Which of the following chemical compound is commonly used to clean and decontaminate the infected skin area or nail before the collection of specimen and laboratory diagnosis? നമ്മൾ ഒന്ന് തേച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് എടുക്കുക. അത് എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? അയഡിൻ സൊല്യൂഷൻ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, വാം വാട്ടർ, 70% ആൽക്കഹോൾ. ഇറ്റ് ഈസ് 70% ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുക. Which of the following specimen is appropriate for the laboratory diagnosis of meningitis? Throat swab, hair and skin sample, cerebrospinal fluid, urine specimen. Meningitis എന്ന് പറയുമ്പം നമ്മൾ cerebrospinal fluid ആണ് എന്ത് ചെയ്യേണ്ടത്? കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ. Which of the following temperature can be optimal for the storage of swab specimen taken from a coronavirus infected patient while performing the COVID-19 test method? ഇത് നമുക്ക് കുറച്ചുകൂടെ റീസെൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. സ്പെസിമെൻ കളക്ഷൻ ഓഫ് COVID-19 ടെസ്റ്റ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഐഡിയൽ ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. 2 to 4 degrees Celsius for up to 24 hours after the specimen collection. 25 degrees Celsius for up to 3 days after specimen collection. 2 to 4 degrees Celsius for up to 72 hours after specimen collection. 5 to 10 degrees Celsius for up to a week after specimen collection. It is 2 to 4 degrees Celsius for up to 72 hours ആണ് വരിക കേട്ടോ. സ്പെസിമെൻ്റെ ആ ഒരു സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഒരു 2 to 4 ഡിഗ്രിയിൽ 72 hours വരെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ. Which of the following specimen collection procedure can give accurate result for laboratory diagnosis of tuberculosis? Okay. Throat swab specimen each morning for 3 consecutive days. Sputum specimen each morning for 3 consecutive days. Blood specimen once a week for 2 weeks. Skin biopsy test before the start of antibiotic therapy. നമ്മൾ ട്യൂബർകുലോസിന് വേണ്ടി എന്താ എടുക്കുക? സ്പ്യൂട്ടം ആണ് എടുക്കുക കേട്ടോ. സ്പ്യൂട്ടം സ്പെസിമെൻ ആണ് എടുക്കുക ഈച്ച് മോർണിംഗ് ഫോർ 3 consecutive days. ബിക്കോസ് ആ സ്പ്യൂട്ടത്തിലായിരിക്കും വരുന്നത് കേട്ടോ. ആ നമ്മൾ റെസ്പിറേറ്ററി അല്ലെങ്കിൽ പൾമണറി കണ്ടീഷൻസ് വരുന്നതെല്ലാം നമ്മൾ സ്പ്യൂട്ടമാണ് സ്പെസിമെൻ ആയിട്ട് എടുക്കുന്നത്. So a sputum specimen is collected to determine problem in DASH system.
കാർഡിയാക്, റീപ്രൊഡക്റ്റീവ്, റെസ്പിറേറ്ററി ഓർ പൾമണറി, നൺ ഓഫ് ദ എബവ്. ഇപ്പം ഞാൻ പറഞ്ഞോളൂ, ഇറ്റ് ഈസ് റെസ്പിറേറ്ററി ഓർ പൾമണറി. ഓക്കെ, അപ്പോൾ റെസ്പിറേറ്ററി അല്ലെങ്കിൽ പൾമണറി, അതായത് നമ്മുടെ എയർവേയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ എല്ലാം നമ്മൾ സ്പ്യൂട്ടം സ്പെസിമെൻസ് ആണ് കളക്ട് ചെയ്യുക. സോ സ്പ്യൂട്ടം എന്ന് പറയുന്നത് ഏതാണ്? മ്യൂക്കസ് ആണ്, വിച്ച് ഇസ് കഫ്ഡ് ഔട്ട് ഫ്രം ദ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പോൾ നമ്മൾ ഈ അനലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ന്യൂമോണിയ, ട്യൂബർക്കുലോസിസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ സ്പ്യൂട്ടം സ്പെസിമെൻ അനാലിസിസ് വഴി പറ്റും. ഓക്കെ, ആൻഡ് ദ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആയിരിക്കും. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ സ്പ്യൂട്ടം സ്പെസിമെൻ കളക്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. കാരണം നമ്മൾ നൈറ്റ് കിടക്കുമ്പം ഈ മ്യൂക്കസും അതിലെ സെക്രീഷനും എല്ലാം എയർവേയിൽ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയർ ആയിട്ട് അത് എന്ത് ചെയ്യാം? സ്പ്യൂട്ടം സാമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഏർലി മോർണിംഗ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. Okay. Additionally, the sputum collected in the morning is less likely to be contaminated with the food. ഫുഡ് കഴിക്കുന്നതിന് മുമ്പാകുമ്പോൾ ഫുഡ് കണ്ടാമിനേഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. സോ ആക്യുറേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്പ്യൂട്ടം കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത്. സോ ഇത്രയാണ് നമ്മൾ പാർട്ട് 1 ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ മൈക്രോബയോളജിയിൽ വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2 നമുക്ക് ഉടനെ നോക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്നും ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ വീക്ക് ആയിട്ടുള്ളതെന്നുള്ളത്. സോ വീക്ക് ആയിട്ടുള്ളത് ഇന്ന് തന്നെ പോയിരുന്ന് നോക്കുക. അപ്പോൾ നമ്മൾ മൈക്രോബയോളജി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പഠിച്ച് മാറ്റാൻ പറ്റും. പിന്നെ ബാക്കി ടോപ്പിക്സിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.